بسم الله الرحمن الرحيم. നിങ്ങളൊരു പ്രവാചകന്മാരും ഞങ്ങളൊരു അബൂജഹലും ആക്കാൻ വേണ്ടിയുള്ള ശ്രമം അവിടെ ഇരിക്കട്ടെ. അതിപ്പോ നടക്കൂല. ഞങ്ങളൊരു അബൂജഹലിന്റെ ആളുകളാക്കി മാറ്റണ്ട. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ മുശ്രിക്ക് അല്ലാന്ന് പറയാൻ നിങ്ങൾക്ക്, മുശ്രിക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു വൈമനസ്സുള്ള സമയ. അങ്ങനെയൊന്നും പറയണ്ട മൗലവി. ഞങ്ങളെ അബൂജഹലാക്കി നിങ്ങൾ പ്രവാചകന്മാരായി ചമയുകയൊന്നും വേണ്ട. അബൂജഹല് നിങ്ങൾ അബൂജഹല് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെളിവ് കൊടുത്തപ്പോ അംഗീകരിച്ചിട്ടില്ല എന്നാ നിങ്ങൾ പറഞ്ഞത്. എന്റെ ആറാമത്തെ ചോദ്യം, അബൂജഹല് മുശ്രിക്കാണോ? അതവിടെ ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ആദ്യം ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ച് ഞാനിവിടെ പറയാം. നിങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ആരെയും മുശ്രിക്ക്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ KV മുഹമ്മദ് മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, ഇവർ മുശ്രിക്കാണോ കാഫിറാണോ? ഇവർ മുശ്രിക്കല്ല കാഫിറല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചോന്നായിരുന്നു എന്റെ ചോദ്യം. അതുപോലെ തന്നെ മൗലിദ് ഓതുന്നയാള് അവൻ ഇർത്തഖബത്ത് ചൊല്ലിയ ശേഷം കുഴഞ്ഞു വീട് മരിച്ചാല് അയാള് മുസ്ലിമാണോ കാഫിറാണോ എന്ന് ചോദിച്ചിരുന്നു. അതിനൊക്കെ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞങ്ങൾ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതല്ല. അത് ശരിയാണ്, നിങ്ങളൊക്കെ സീൽ ഇവിടെ ഉണ്ടാവില്ല, അതൊക്കെ ഞങ്ങൾക്കറിയാം. സീലും സർട്ടിഫിക്കറ്റും ഒന്നും അല്ല ഇപ്പൊ ചോദിച്ചത്. അത് കൊള്ളോണ്ട് ഒന്നിന് പറയാം. ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയുക. ഇതാ വേണ്ടത്. അത് ശിർക്ക് ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറിയത് കൊണ്ടായില്ല. എന്ത് നിങ്ങൾക്കത് പറയാൻ ഇത്ര മടി? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നേതാക്കൾ ശൈഖുനാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ മർഹൂം EK അബൂബക്കർ മുസ്ലിയാർ, KV മുഹമ്മദ് മുസ്ലിയാർ. എന്റെ ഒന്നാമത്തെ ചോദ്യത്തിൽ ഞാൻ ചോദിച്ചിരുന്നു, യാ ഗൗസു യാ മുഹ്യിദ്ദീൻ എന്ന കുത്തുബിയത്ത് ചെല്ലുന്നവരാണ് അവരൊക്കെ. അവർ മുസ്ലിം അല്ലെന്നും അവർ മുശ്രിക്കല്ലെന്നും കാഫിറല്ലെന്നും നിങ്ങൾ സമ്മതിച്ചോ എന്നായിരുന്നു എന്റെ ചോദ്യം. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ലാന്ന്. നിങ്ങൾ നോക്കണം, ഇത് സൽസബിയാണ്. സൽസബിയിൽ പറയുന്നത് എന്താ? അപ്പോൾ മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം വിളിച്ചു തേടിയാൽ, അതായത് യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന കുത്തുബിയത്തിൽ 1000 വട്ടം വേണ്ട, ഒരു വട്ടം വിളിച്ചാൽ 4 വട്ടം കാഫിറാകും എന്നുള്ളതാണ് സത്യം. നിങ്ങളെ കൈ എഴുതിച്ചോളി, ഉണ്ടാവില്ല, ഞാൻ കോപ്പി ഞങ്ങളെ കയ്യിലുണ്ട്. എന്താ പറയുന്നത്? 4 വട്ടം കാഫിറാകും എന്നതാണ് സത്യം. ഇപ്പൊ എന്തിയാ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എങ്ങനെ കഴിഞ്ഞത്? മുഖാമുഖം ഇരിക്കുമ്പോ സർട്ടിഫിക്കറ്റ് കൊടുക്കൂല, ലേഖനത്തിലാകുമ്പോ സർട്ടിഫിക്കറ്റ് എഴുതി സീൽ അടിച്ചു വിടുകയാണ്. അതെന്തൊരു മാന്യതയാണ് സഹോദര? അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? മുഖാമുഖം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കൂല എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെയോ ലേഖനത്തിൽ അത് 4 വട്ടം കാഫിറാകുന്നു. പിന്നെ ഞാൻ ചോദിച്ചിരുന്നു, മൗലിദ് ഓതുന്നവന്റെ ഹുക്കം എന്താണ്? കാഫിറാണോ മുസ്ലിമാണോ? സർട്ടിഫിക്കറ്റ് കൊടുക്കൂല എന്നാ മറുപടി. എന്നാതാ സൽസബിയിൽ പുസ്തകം 1 ലക്കം 4 971 നവംബർ, അതിൽ പറയുന്നത് എന്താ? നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മൗലൂദ് ഓതുക. മൗലൂദ് ഇത് ഉമർ മൗലിയുടെ ഭാഷയാണ്, എന്റെ ഭാഷ അല്ല. മൗലൂദ് ഓതുക എന്ന ഇബാദത്ത് ചെയ്താൽ അവൻ കാഫിറാകും. അങ്ങനെ പറയുന്നത്. എന്താ ഇതിൽ എഴുതിയപ്പോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിഞ്ഞു എന്നും മുഖത്തോട് മുഖം ഇരിക്കുമ്പോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു പ്രയാസവും എന്താ? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ നേർക്ക് നേരെ ഇരുന്ന് ചോദിക്കുമ്പോ ഒറിജിനൽ കോപ്പി എല്ലാം ഇവിടെ റെഡിയാണ്, വേണമെന്ന് ചോദിച്ചോളൂ, കാണിച്ചു തരാം. അതേ നിങ്ങൾ തന്നെ പറയുന്നത് എന്താണെന്നറിയോ? എന്നാൽ ഒരാൾ ഒരു വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത്. ആ പറയുന്ന നിങ്ങളാ പറയുന്നത് എന്ത്? മൗലിദ് ഓതിയാവും കാഫിറാണ്. അത് പെട്ടെന്ന് തന്നെ പറയാം, അത് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അത് സീലും ചെയ്ത് വിടാം എന്നാ നിങ്ങൾ പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. മുസ്ലിമാണോ മുശ്രിക്കാണോ? അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അവർ മുശ്രിക്കും കാഫിറും അല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? തുറന്നു പറയണം. അതുപോലെ മൗലിദ് ഓതുന്നവൻ കാഫിറല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? തുറന്നു പറയണം. ശിർക്ക് ചെയ്യുന്നവരുടെ സ്വത്തവകാശം പറ്റില്ല എന്നതിന്, മുജാഹിദുകൾ വാങ്ങുന്നു എന്നതിന് ഖുർആനിൽ തെളിവ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. കുറെ സമയമായി തപ്പാൻ തുടങ്ങിയിട്ട്. പഴയ സൽസബിയിൽ വിട്ട് ഇപ്പൊ പുതിയത് എടുക്കുക. അതിന്റെ ഒറിജിനൽ ഉണ്ട്. ഒറിജിനൽ അവിടെ കയ്യിൽ വെച്ച് നടന്നോളി. നിങ്ങളെയൊക്കെ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഒരു വാഹനപ്രതിയാത്തിന് പോന്നിക്ക പഴയ സൽസബിയിലേക്ക്. ഞങ്ങള് ഇത് നേരത്തെ തന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, നമ്മൾ എത്ര വിഷയം തർക്കുണ്ട്, ആ വിഷയം ഏതെങ്കിലും എടുത്തൂടെ? ഇപ്പൊ എന്താ സംഭവിച്ചത്? പഴയ സൽസബിയിൽ വിട്ടപ്പോ പുതിയ സൽസബിയിലാ 4 വട്ടം കാഫിറാകുന്നതിന്റെ കാരണം എന്താ പറഞ്ഞത് കേട്ടോളി. വയ്യദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കാഫിറാകുന്നതിന്റെ കാരണങ്ങൾ: 1, ശൈഖ് അവர்கள் ഇത് കേൾക്കുമെന്ന് കരുതൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എവിടുന്ന് വിളിച്ച സ്ഥല ശബ്ദ വ്യത്യാസമന്യേ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും കേൾക്കുമെന്ന് കരുതൽ. അടുക്കെ അകലെ ഉറക്കെ പതുക്കെ വ്യത്യാസം കൂടാതെ കേൾക്കൽ അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്.
മറ്റാരെയെങ്കിലും അതുപോലെ കേൾക്കുമെന്ന് കരുതിയാൽ കാഫിറാകാൻ അതുമാത്രം മതി. 2, ശൈഖ് അവர்கள் കാര്യം അറിയുമെന്ന് കരുതൽ. കണ്ടോ, അള്ളാഹ്ക്ക് മാത്രമുള്ള കാര്യം അത്. എല്ലാ ആളുകളെയും കുറിച്ച് കേൾക്കുക എന്നുള്ളത്. ശൈഖ് അവர்கள் കാര്യം അറിയുമെന്ന് കരുതൽ. അനേകായിരങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനേകം ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, നാവ് കൊണ്ട് പറയാൻ സാധിക്കാതെ വരുമ്പോൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വേറെ വേറെയാണ്. 3, പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യം നിറവേറ്റിക്കൊടുക്കാൻ കഴിവുണ്ടെന്ന് കരുതൽ. എല്ലാത്തിനും കഴിവുള്ളവനല്ലല്ലേ. പലരും പലരാ ചോദിക്കുക, എനിക്കെന്റെ മോന് വിസ കിട്ടണം, മറ്റോന് ഓന്റെ ഭാര്യ നേരെ പ്രസവിക്കണം, ഇവന് കച്ചവടം ചെയ്യിക്കണം, മറ്റോന് വിസ കിട്ടണം, ഇങ്ങനെ 100 ആവശ്യ. ഇതൊക്കെ നിറവേറ്റിക്കൊടുക്കണമെങ്കിൽ അല്ലാ കുല്ലി ചെയ്യും കദീർ, എല്ലാത്തിനും കഴിവുള്ള അള്ളാഹ്ക്കേ പറ്റുള്ളൂ. അതും ശൈഖിന് കഴിയുമെന്ന് വിചാരിക്കാം. അത്തരം വ്യാപകമായ കഴിവ് അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്. ശൈഖിന് അങ്ങനെ കഴിവുണ്ടെന്ന് കരുതിയവനെ പോലെ വഴികെട്ടവനും കാഫിറുമാര്. 4, പ്രാർത്ഥന ആരാധനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിനെ ആരാധിച്ചു. ഈസബിന് മറിയമേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈസാ നബി ആരാധിച്ചു. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അപ്പനെ ആരാധിച്ചു. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മൊയ്തീൻ ശൈഖിനെ ആരാധിച്ചു. അപ്പോൾ മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് 1 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ 4 പ്രാവശ്യം കാഫിറാകും. സുന്നി മുസ്ലിയാരെ നല്ലവണ്ണം പഠിച്ചോ. ഇതാണ് സൽസബീലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ള കാണുന്ന പോലെ കാണും, കേൾക്കുന്ന പോലെ കേൾക്കും. അള്ള കാണുന്ന പോലെ കേൾക്കും, അള്ള കാണുന്ന പോലെ കാണും, കേൾക്കുന്ന പോലെ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അത് അവരെ ഇലാഹാക്കലാണ്. ഇലാഹാക്കിയാൽ ശിർക്ക് വരും നിങ്ങളല്ല പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെ ചോദ്യത്തിനെല്ലാം ഞങ്ങൾ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിംബത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അല്ലേ ഉമർ മൗലവി, മങ്കൂസ് മൗലിദിൽ വളരെയധികം അതല്ലേ? ഏതാ ചോദ്യം? വിഗ്രഹത്തിന് സുജൂദായിട്ട് തന്നെയാണോ കിടന്നത് അഥവാ വേറെ വല്ല നിലയിലോ എന്ന് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. അപ്പൊ ഒരാളിങ്ങനെ ഒരു ബിംബത്തിന്റെ ചോട്ടില് അവിടെ അമ്പലം വൃത്തിയാക്കാൻ ചെന്ന ആളാ, അയാളെ ജോലി അതാ. അപ്പൊ ബിംബത്തിന്റെ അടിയിലൊക്കെ അങ്ങനെ അടിച്ചു വാരി നോക്കിയതാ. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പാമ്പ് അങ്ങോട്ട് പോയി തൊട്ടടുത്ത അമ്പലത്തിന്റെ വിഗ്രഹത്തിന്റെ ചോട്ട് പോയി കിടക്കുക. അപ്പൊ നമ്മളിങ്ങനെ പോയി എത്തി നോക്കി, സുജൂദ് കിടക്കണായിട്ട് നോക്കി അവിടെ ഉണ്ടോ. അപ്പൊ എന്തിനാണ് കിടന്നത് എന്ന് നോക്കണം. അത് കൂടാതെ പെട്ടെന്ന് വിധി പറയാൽ ചിലപ്പോൾ അപകടത്തിലായി പോകും. ഇതിന്റെ മുമ്പത്തെ വാചകം എന്താ അറിയോ? മനസ്സിലാക്കി വെച്ചോളി. സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ ശിർക്കാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കണ്ടോ? എന്നാൽ ഒരാളൊരു വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ച് കൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത്. ഇത് ഞങ്ങൾ മാത്രമല്ല, നിങ്ങളെ തുഹഫയിൽ പോലും കിതാബുൽ ഇദ്ദയിൽ പറഞ്ഞിട്ടുണ്ട്. ലൗ അലിമ അന്നഹു ലം യസ്ജുദ് ലഹാ അലാ സബീലി തഅലീമി. ഒരാൾ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുന്നത് അതിനെ ബഹുമാനിക്കുക എന്ന ഉദ്ദേശത്തിലല്ല, അതിന് തഅലീം കൽപ്പിക്കുക എന്ന ഉദ്ദേശത്തിലല്ല, വാഴ്ത്തിക്കാതിൽ ഉലൂഹിയത്തിൽ വിശ്വസിച്ചുകൊണ്ടുമല്ല. ബൽ സജദ ലഹാ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. അയാൾ അതിന് സുജൂദ് ചെയ്തത് അയാളുടെ ഹൃദയം ഈമാൻ കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ ലം യുഹകം ബികുഫ്രിഹി, അയാൾ കാഫിറാണെന്ന് പറയാൻ പാടില്ല. ഉമർ മൗലവി തുഹഫ ഓതിയ ആളാ, അതനുസരിച്ച് മൂപ്പർ എഴുതിയതാ. അതിലെന്താ നിങ്ങൾക്കുള്ളത്? അതുകൊണ്ട് നിങ്ങളെല്ലാ ചോദ്യത്തിനും ഞങ്ങൾ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം പണ്ഡിതന്മാര് ശിർക്കാണെന്നും കുഫ്റാണെന്നും പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഇത്രയും കാലം ശിർക്കാണെന്നും കുഫ്റാണെന്നും ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ മഹാമുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഇല്ലാത്ത ഒന്ന് പറഞ്ഞതാണ്. ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് മുസ്ലിയാക്കളുടെ ഈ വാദം, ബ്രാക്കറ്റില് മനുഷ്യന് അള്ളാഹു നൽകുന്ന കഴിവുകളൊഴികെ സ്വയം കഴിവുകളില്ല എന്നത് അത് നിങ്ങളെ വക കൂട്ടിയതാണ്. ശരിയല്ല. ചില കാര്യങ്ങളിൽ മനുഷ്യർക്ക് കഴിവുണ്ടെന്ന് ഖുർആനും ഹദീസും തെളിയിക്കുന്നു. അനുഭവം അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. മുഅ്തസിലാക്കൾ പിഴച്ചവരാണെന്ന് വെച്ചിട്ട് മേൽപ്രകാരം പഴയ സൽസബീൽ വായിച്ച് സമയം കളയരുതെന്ന് അയാൾ പറഞ്ഞു. ഇപ്പൊ മൂപ്പര് വായിച്ചതോ ഇതൊക്കെ പഴയ സൽസബീലാണ് വീണ്ടും വായിക്കുന്നത്. നിങ്ങളെ ഒന്നും ശ്രദ്ധിക്കണ്ടേ പറയുമ്പോഴൊക്കെ. നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ മാന്യന്മാരായ മധ്യസ്ഥന്മാരൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, പഴയതിൽ എഴുതിയാൽ പഴയത് തന്നെ വായിക്കേണ്ടി വരും. പിന്നെ പുതിയത് വായിക്കാൻ പറ്റൂലല്ലോ. പഴയതിനെ പുതിയതാക്കാൻ പറ്റൂല, അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ഉള്ളത് പോലെ വായിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് അദ്ദേഹം ഇപ്പോ ആകെ പറഞ്ഞതെന്താ, ഒരു പ്രാവശ്യം മുഹയ്യദ്ദീൻ ശേഖ എന്ന് ഒരു പ്രാവശ്യം വിളിച്ചാൽ 4 വട്ടം കാഫിറാകും എന്ന് പറഞ്ഞ നിങ്ങൾ, ഞാൻ ചോദിച്ചിരുന്നു,
ആ യാ ഗൗസു യാ മുഹ്യിദ്ദീൻ എന്ന് വിളിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ഇകെയും അതുപോലെ കെവിയും അവർ മുശ്രിക്കാണോ മുശ്രിക്കല്ല, അല്ല അതുപോലെ കാഫിറല്ലാതെ നിങ്ങൾ സമ്മതിച്ചോന്നാ ചോദിച്ചിരുന്നത്. അതിന് ഇതുവരെ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞതെന്താ, യാ ഗൗസു ഒരു പ്രാവശ്യം തേടിയ 4 വട്ടം കാഫിറാകും എന്നതിന് തെളിവുണ്ട്, 4 കാരണങ്ങളുണ്ട്. അപ്പൊ 4 കാരണമുണ്ട്, അതുകൊണ്ട് അത് ശിർക്ക് തന്നെയാണെന്ന് സ്ഥാപിക്കുകയാണ്. ഇപ്പോഴും പറയുന്നത് എന്താണ്, അവർ ശിർക്ക് ചെയ്യുന്നവരെന്നെ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സഹോദര, ഈ പറഞ്ഞത് ഈ 3 ആളുകളുടെ പേരെഴുതിയത് ബറക്കത്തിന് വേണ്ടിയല്ല, ഇവരെ മുശ്രിക്കാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെയാണ്. അതാ ഞങ്ങൾ സൽസബിലെടുത്ത് പറഞ്ഞത്. നമ്മളെ വിഷയം അതാണ്, നിങ്ങൾ അതിൽ നിന്നൊക്കെ മറന്നുപോയി. ഇപ്പൊ ബിംബത്തിന്റെ മുമ്പിൽ താഴെയും മേലെയും വെക്കുകയാണ് കയ്യും കാലും, അതുകൊണ്ട് കാര്യമായില്ല. നമ്മളെ വിഷയം എപ്പോഴും ഇവിടെ തന്നെയാണുള്ളത്. ഞങ്ങൾ പറഞ്ഞതാണ് അത് ബറക്കത്തിന് എഴുതിയതല്ല, ഇവരെ മുശ്രിക്കാണ് എന്ന് പ്രഖ്യാപിക്കാൻ എഴുതിയതാണ്. അത് നിങ്ങൾ വ്യംഗ്യമായി സമ്മതിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നത് അതൊന്നും കണ്ട് പരസ്യമായി പറയുമോ എന്താ ചോദ്യം. അതൊന്നും പരസ്യമായി പറഞ്ഞാൽ മതി, നമുക്ക് വിഷയം തീർന്നു. എന്നാ പിന്നെ നമുക്ക് ഒരു ബേജാറും ഒരു പ്രശ്നവും ഈ വിഷയത്തിൽ തർക്കിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ചോദ്യത്തിന് മറുപടിയില്ല. മുശ്രിക്കല്ല കാഫിറല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉറക്കെ പറയണം. ഇപ്പൊ വ്യക്തമായി ഇങ്ങോട്ട് പറയണം, എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ. മറ്റൊന്ന്, ഇദ്ദേഹം പറയുന്നത് ഞാൻ നെറ്റിത്തളം വിഗ്രഹത്തിന്റെ മുമ്പിൽ നെറ്റിത്തളം വെക്കുന്ന കാര്യം അത് സൽസബിയിൽ പറഞ്ഞത് എഴുതിയതാ. ഞാൻ പറഞ്ഞതാ. സൽസബിയിൽ എന്താ പറഞ്ഞത്, വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ഒരാൾ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവനെ കാഫിറാന്ന് പറയരുത്. അതേ അവസരത്തിൽ മൗലിദ് ഓതുന്നവൻ കാഫിറാണെന്ന് പെട്ടെന്ന് പറയാം, അതിനൊരു കുഴപ്പമില്ല. സർട്ടിഫിക്കറ്റ് അപ്പത്തിന്റെ കൊടുക്കാം, സീലില്ലെങ്കിലും ശരി എന്നാ പറയുന്നത്. അവിടെ എന്റെ ചോദ്യം, അല്ലാതെ നിങ്ങൾ വിഗ്രഹത്തിന്റെ താഴെ നേരെ എന്ന് പറഞ്ഞ ആക്ഷൻ കാണിച്ചിട്ട് കാര്യമില്ല സഹോദര. തൊഴുപ്പ പിന്നെ പറഞ്ഞുതാ, തൊഴുപ്പ പറഞ്ഞത് അതല്ല, കഅബയിലേക്ക് നമ്മൾ തിരിഞ്ഞ് സുജൂദ് ചെയ്യും. ഇത് കഅബത്തിനല്ല സുജൂദ്, അള്ളാഹുവിനാണ്. ആദം നബിക്ക് മലക്കുകൾ സുജൂദ് ചെയ്തു എന്ന് ഖുർആൻ പറഞ്ഞു. ആദമിനല്ല സുജൂദ്, അള്ളാഹുവിനാണ്. ആ കാര്യമാണ്. ബിംബത്തിന് സുജൂദ് ചെയ്താൽ കാഫിറാവുകയില്ല എന്ന് തുഴ്ഫന്നല്ല ഒരൊറ്റ കിതാബും പറഞ്ഞിട്ടില്ല. അവൻ കാഫിറായി പ്രഖ്യാപിക്കുമെന്നാ തുഴ്ഫയിലുള്ളത്. തുഴ്ഫ മുഴുവൻ വായിക്കണം. 7ാമത്തെ ചോദ്യം. അതുകൊണ്ട് ഈ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അബൂജഹൽ മുശ്രിക്കാണോ എന്ന എന്റെ 6ാമത്തെ ചോദ്യത്തിന് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. മുജാഹിദുകൾ ശിർക്ക് ചെയ്യുന്നവരോടുള്ള സ്വത്തവകാശം നടത്തുന്നതിന് ആയത്ത് ഞാൻ ചോദിച്ചിരുന്നു. ഇതുവരേക്കും 5 മിനിറ്റ് പറഞ്ഞിട്ട് ആയത്ത് ഒറ്റ ഒന്ന് ഓതിയിട്ടില്ല. സാധാരണഗതിയിൽ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ഒക്കെ ആയത്ത് ഓതുന്ന എന്റെ സുഹൃത്ത് ഇവിടെ ഒരു ഒറ്റ ആയത്തും ഇതുവരേക്കും ഓതിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്റെ ചോദ്യങ്ങൾ ഇവിടെ മറുപടിയില്ലാതെ അവശേഷിക്കുകയാണ്. ബിംബാരാധകരാണ് സുന്നികൾ എന്ന് കഴിഞ്ഞ ഈ സെഷന് മുമ്പുള്ള സെഷന്റെ അവസാനത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നു. ബിംബാരാധകർ മുശ്രിക്കുകളാണോ മുസ്ലിങ്ങളാണോ? മറുപടി ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞാനൊക്കെ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് മറുപടി ആവുകയില്ല എന്ന് അദ്ദേഹത്തിനും എനിക്കും ശ്രോതാക്കൾക്കും അറിയാം. 3ാമത്തേത്, നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചു മൗലിദ് ഓതുന്ന വ്യക്തി മുസ്ലിമാണോ മുശ്രിക്കാണോ എന്ന് ചോദിച്ചിരുന്നു. സർട്ടിഫിക്കറ്റ് കൊടുക്കൂല എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ വായിച്ചു, അല്ല ഇവിടെ കൊടുത്ത സർട്ടിഫിക്കറ്റിന്റെ കയ്യിലുണ്ട് എന്ന് വായിച്ചു. സൽസബിയിൽ കാഫിറാണ്, അതിനെക്കുറിച്ച് മഹ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് മറുപടി പറയണം. ശിർക്ക് ചെയ്യുന്നവരുടെ സ്വത്തവകാശം മൂപ്പരിക്കുമ്പോ നമ്മളവര് മുശ്രിക്കാന്ന് സമ്മതിക്കണം. ഞങ്ങളും കൂടി സമ്മതിച്ചിട്ട് നിങ്ങളെന്താ സമ്മതിക്കാത്തതെന്നാ? എന്താ പിന്നെ ചെയ്യാ? ഞങ്ങൾ ശിർക്കും കുഫറും വിശദീകരിക്കല്ലാതെ ഇന്നോനെ നമ്പർ ഇട്ട് മുശ്രിക്ക് ഒരു ലെറ്റർ പേടിയിട്ട് ഇങ്ങനെ കുത്തിരിക്കുക. നിങ്ങൾ എന്തിനാ വന്നത് മുജാഹിദ് സെന്ററിൽ? കാഫിർ ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങാനാ? എന്നാ എഴുതി കൊടുത്താണ് അവൻ കാഫിർ, മറ്റോ കാഫിർ. ഇതാ ഞങ്ങളെ പണി. ഞങ്ങളെ നിലപാടെന്താന്ന് ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇന്നും ഒന്നിനെയല്ല, എന്നും ഞങ്ങൾ പറയലുണ്ട്. ശിർക്കും കുഫറും വിശദീകരിക്കല്ലാതെ വ്യക്തി മുശ്രിക്കാണോ ഞങ്ങൾ പറയില്ല. പിന്നെ അബൂജഹൽ മുശ്രിക്കാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. എന്താ ഇങ്ങക്കത്തെ വല്ല സംശയം ഉണ്ടപ്പോ? സമസ്തന്റെ പഴയ പ്രസിഡന്റ് ആക്കാനായിട്ട് ആഗ്രഹമുണ്ടോ? നമ്മൾ രണ്ടുകൂട്ടിലെ തർക്കമില്ലാത്ത കാര്യമല്ല അബൂജഹൽ മുശ്രിക്കാന്നുള്ളത്. ഞാൻ അതിനെപ്പറ്റി ഒരു വാദപ്രതിവാദം വേറെ നടത്തേണ്ടി വരുമോ? അബൂജഹൽ മുശ്രിക്കാണോ അല്ലേ? എന്താ ചെയ്യാ? പിന്നെ കാന്തപുരം മുശ്രിക്കാണ് എന്നുള്ള ആയത്തോന്നണം. അതെങ്ങനെ ഇയാളെന്നുണ്ടോ? ഇയാളെന്നുണ്ടെങ്കിൽ അയാളെ പറ്റി ആയത്തിറങ്ങിയെന്ന് പറയാം. അത് പറയാൻ വയ്യല്ലോ. കാന്തപുരം മുശ്രിക്കാണ്, കേവി മുശ്രിക്കാണ് ആയത്തോന്നണം. ശിർക്കിനായത്തോന്നും ഞങ്ങൾ ഇനി ഒന്നുകൂടി കേട്ടോ. ഇൻ തദ്ഉഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ.
നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നതേ അല്ല. ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ ചെരുപ്പടി കേൾക്കും, മറ്റത് കേൾക്കും, അത് കേൾക്കും, അങ്ങനെ കേൾക്കും നിങ്ങൾ വാദിച്ചുണ്ടാക്കിയത് കാര്യമല്ല. കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും 1000 വട്ടം വിളിച്ചിട്ടും കാര്യമല്ല, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല. അത് ശിർക്കാ. നമ്മുടെ മൗലവി പഠിച്ചു വെച്ചോ, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. വൈദ്യ ശൈഖ് പറയും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, ബദരീങ്ങൾ പറയും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്നവർ നിഷേധിക്കും. ഫലാ യുനബ്ബിയുക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേറെ ആരുമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാന്തപുരം ചെയ്താലും നമ്മൾ ചെയ്താലും നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും ശിർക്ക് തന്നെയാണ്. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരൊറ്റ ആയത്തും കൂടി പഠിച്ചോളിയും. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മിൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറ الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചവൻ മറ്റാരുണ്ട്? അവർ ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണ്. നിങ്ങളെങ്ങനെ ദുആന്നോളിയും, ബദരീങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല, മമ്പർത്തങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ബദരീങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. അത് അവരുടെ ബർസഖി ലോകത്താണവർ. വഹും ദുആഹിം ഗാഫിലൂൻ വഇദാ ഹുശിറ الناس, നാളെ പരലോകത്ത് ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവർ ഇവർക്ക് ശത്രുക്കളാകും. രണ്ടു കൂട്ടരി അപ്പുറം ഇപ്പുറം നിർത്തും. അവിടെ ഹുസൈൻ നബിയുണ്ട്, ഈസാ നബിയുണ്ട്, ബദരീങ്ങളുണ്ട്, മൊയ്യദ്ദീൻ ശൈഖുണ്ട്. ഇപ്പുറത്ത് അവരെ വിളിച്ച് തേടിയവരുണ്ട്. അവർ ചോദിക്കും അല്ലാഹു നിങ്ങൾ പറഞ്ഞീനോ? അവർ പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പടച്ചോനെ. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അപ്പൊ ഞാൻ ചോദിയില്ലാന്ന് പറയണ്ട, ശിർക്കിനുള്ള ആയത്താതൊക്കെ. അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അത് നബിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ഔലിയാകട്ടെ, അമ്പിയാകട്ടെ, ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ്, കുഫറാണ്. അതാര് ചെയ്താലും ശിർക്കാകും, കുഫറാകും. മുസ്ലിം സമുദായത്തിൽ ശിർക്ക് സംഭവിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുലർച്ചെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആനും ഹദീസും വായിച്ചുകൊണ്ട് ശിർക്കിലേക്കും കുഫറിലേക്കും മുസ്ലിമീങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഞാൻ തുഹഫ വായിച്ചല്ലോ, അതിനെക്കുറിച്ച് മൂപ്പർക്ക് മിണ്ടാട്ടല്ല. കേവി കാഫിറും മുർത്തദ്ദാണെന്ന് പറഞ്ഞല്ലോ, അതൊന്നും ഞങ്ങളെ ചോദ്യ സമയത്ത് ഒരു മറുപടിയും അദ്ദേഹത്തിന് പറയാൻ സാധിച്ചില്ല. ഞങ്ങൾ ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ ഞങ്ങൾ മഹാമുശ്രിക്കുകളാണെന്ന് പറഞ്ഞല്ലോ, അതിന് നിങ്ങളൊരു സൽസബീൽ കാണിച്ചല്ലോ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് അബൂജഹല് മുശ്രിക്കാണ് എന്നെന്താ ഞങ്ങൾ സമ്മതിച്ചു, നിങ്ങൾക്ക് എന്താ സംശയം? അവിടെ തന്നെയാണ് സമ്മതിച്ച് കിട്ടാൻ തന്നെയാണ് ഞാൻ ചോദിച്ചതും. ഞങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടല്ല. ഞങ്ങളെ ചോദ്യം, എന്റെ രൂപചോദ്യം ഞാൻ ആദ്യം വിടുകയാണ്. എന്താണ്? അബൂജഹല് മുശ്രിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ ആ അബൂജഹലിന്റെ ആശയം സ്വീകരിക്കുന്നവരാണെന്ന് നിങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന സുന്നികളായ ഞങ്ങൾ മുശ്രിക്കുകളാണോ കാഫിറുകളാണോ? എന്റെ 7ാമത്തെ ചോദ്യം. മറുപടി പറയണം. എന്താ സംശയം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ആ അബൂജഹലിന്റെ ആശയം സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ഇപ്പോഴും പറഞ്ഞ നിങ്ങൾ സുന്നികളെ കുറിച്ച് മുശ്രിക്കെന്നാണോ പറയുന്നത്, കാഫിർ എന്നാണോ പറയുന്നത്? കാഫിറും മുശ്രിക്കുമാണ് എന്ന് എഴുതിയ ഒരുപാട് ഉദ്ധരണികൾ എന്റെ കയ്യിലുണ്ട്. എന്താ മുഖാമുഖം ഇരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ ഒരു പേടി. അതുകൊണ്ട് എന്റെ 7ാമത്തെ ചോദ്യം, ആ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. മറ്റൊന്ന്, ഞാൻ ചോദിക്കാത്തൊരു ചോദ്യം സഹോദരൻ പറഞ്ഞു. എന്താണ്? APEKKV മുശ്രിക്കാണെന്ന് സൽസബീൽ പറഞ്ഞു. അതിന് ആഴത്തെ ഏതാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല സഹോദര. നിങ്ങൾ എന്റെ ചോദ്യശരങ്ങൾ ഏറ്റപ്പോ നിങ്ങൾ മറന്നുപോയതാണത്. ഞാൻ ചോദിച്ചത് അതിനല്ല. സുന്നികൾ മുശ്രിക്കുകളാണെന്ന് നിങ്ങൾ പറയുന്ന ആ മുശ്രിക്കുകളുടെ സ്വത്തവകാശം മുജാഹിദുകൾ വാങ്ങുന്നു. അതിനായത്തോതാനാ പറഞ്ഞത്. അത് ഇതുവരെ ഓതിയിട്ടില്ല. അതാ നിങ്ങൾ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഓതിയതല്ല. ആ സാധാരണ പഠിച്ചു വരാറുള്ള ഇൻദദുഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ വസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നല്ല വഴലാണ്, ശരിയാ. പക്ഷെ സഹോദര, നമ്മളെ ചർച്ച അവിടെയല്ല. വലാ യുനബ്ബിഉ വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും എന്ന് പറഞ്ഞത് ഏതാണ്? ആ ശിർക്ക് അത് നിങ്ങൾ നോക്കണം. ഇൻദദുഉഹും എന്താണ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ
റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കാത്ത, അള്ളാഹുവിന് ശരീക്കുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ, ആ വിഗ്രഹാരാധകർ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിച്ചിരുന്ന കഥയാണത്. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ചിരുന്ന ആളുകളെ കുറിച്ചല്ല. അതാ ഞങ്ങൾ ഉച്ചക്ക് മുമ്പുള്ള സെഷനിൽ രണ്ടാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരുന്നത്. അതിന്റെ പ്രസക്തിയും ഇതാണ്. നിങ്ങൾ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കുമെന്നും ഇൻതദുഉഹും ലാ യസ്മഉ ദുആഅകുമെന്നും ആയത്തൊന്നും ഞാൻ ചോദിച്ചതിന് മറുപടിയല്ല. ഞാൻ ചോദിച്ചത് എന്തായിരുന്നു? മുജാഹിദുകൾ മുശ്രിക്കുകൾ എന്ന് മുജാഹിദുകൾ മുദ്ര കുത്തുന്ന സുന്നികളുടെ ആ പിതാക്കന്മാരുടെയും ബന്ധപ്പെട്ടവരുടെയും സ്വത്തവകാശം നിങ്ങൾ വാങ്ങുന്നു. അതിന് ഖുർആനിൽ എന്താണ് ആയത്തുള്ളത് എന്നാണ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പിന്നെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീട് മരിച്ച വ്യക്തിക്ക് മയ്യത്ത് നിസ്കരിക്കണമെന്നുണ്ടോ? ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ കൊണ്ട് തെളിയിക്കണമെന്ന് പറഞ്ഞു. ഒറ്റ ആയത്ത് ഇതുവരെ ഓതിയിട്ടില്ല. എങ്ങനെയാ പറഞ്ഞത്? അതിപ്പോ നമ്മൾ പറഞ്ഞ രൂപ എങ്ങനെ ആവട്ടെ, അത് ഇർത്തകമത്ത് ചെല്ലിയ ഉടൻ മരിച്ചു, ഒന്നും ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അതിന്റെ മറുപടി എന്നാ ചോദ്യം. അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ടായില്ല, ഖുർആൻ കൊണ്ട് തെളിയിക്കണം. എട്ടാമത്തെ ചോദ്യം, ഇസ്തിഗാസ ശിർക്കാണെന്നും ശിർക്ക് ചെയ്തവർ അറുത്ത മാംസം ശവത്തിന്റെ വിധിക്ക് അർഹമാണെന്നും നിങ്ങളുടെ അൽമനാറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അൽമനാർ ബന്ധങ്ങളുടെ വിധി എന്ന ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്നു, മങ്കൂസ് മൗലിദും മുഹ്യദ്ദീൻ മാലയും സ്ഥിരമായി ചെല്ലുന്നവർ അറുത്ത മാംസം മുജാഹിദുകൾ തിന്നുന്നത് വ്യാപകമായി ഞങ്ങളെല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് ശിർക്ക് ചെയ്തവർ അറുത്ത മാംസം ഭക്ഷിക്കാമെന്നതിന് ഖുർആനിൽ നിന്നൊരു ആയത്തോതാമോ? ഖുർആനിൽ നിന്ന് വിവിധങ്ങളായ ആവശ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് ഖുർആൻ കൊണ്ട് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് എന്റെ ചോദ്യം? എട്ടാമത്തെ ചോദ്യം, ഇസ്തിഗാസ ശിർക്കും കുഫ്റുമാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അവരറുത്ത മാംസം ഭക്ഷിക്കാൻ പാടില്ല എന്ന് അൽമനാറും പറയുന്നു. അപ്പൊ ചോദ്യം, മങ്കൂസ് മൗലിദും മുഹ്യദ്ദീൻ മാലയും സ്ഥിരമായി ഓതുന്നവർ ചെല്ലുന്നവർ അറുത്ത മാംസം മുജാഹിദുകൾ തിന്നുന്നത് വ്യാപകമായി എല്ലാവരും കല്യാണത്തിലും മറ്റ് സദസ്സുകളിലും അതുപോലെ കടയിൽ നിന്ന് വാങ്ങിയിട്ടും ഒക്കെ പല രൂപത്തിലും, അത് രൂപം വിശദീകരിക്കുന്നില്ല, അത് ഞങ്ങൾ വ്യാപകമായി കാണുന്നുണ്ട്. അത് ശിർക്ക് ചെയ്തവർ അറുത്ത മാംസം ഭക്ഷിക്കാം എന്നതിന് ഖുർആനിൽ നിന്ന് ആയത്തോതണം. വെറുതെ ന്യായം പറഞ്ഞാൽ പറ്റൂല. പഴയ സൽസബീൽ പുതിയ സൽസബീൽ എന്ന് പറയേണ്ടതില്ല. ഖുർആനിൽ നിന്ന് ആയത്ത, അത് പഴയ ഖുർആൻ തന്നെയാണ്. ആ പഴയ ഖുർആനിൽ നിന്ന് തന്നെ ഒരായത്ത് കൊണ്ട് തെളിയിക്കണം. ഒന്നാമത്തെ ചോദ്യം അത് ഇപ്പോഴും ഇവിടെ അവശേഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ KB EK ഇവർ മുസ്ലിം അല്ലെന്നും ആദ്യം പറഞ്ഞ ആയത്തുകൊണ്ട് തെളിയിക്കണം. ആയത്ത് രണ്ടെണ്ണം ഓതിയപ്പോ പറയാം ഞാൻ അങ്ങനെ ചോദിച്ചില്ല. എന്താമത് ആയത്തുകൊണ്ട് കാന്തപുരം മുശ്രിക്കാണെന്ന് ആയത്തോടാൻ പറ്റുമോ? കാന്തപുരം ചെയ്യണ ശിർക്കാണെന്ന് അറിയാനുള്ള ആയത്തല്ലേ നമ്മളോത്? അത് നമ്മളോതി. KB ചെയ്യണ ശിർക്കാണെന്നല്ലേ നമ്മൾ ആയത്ത് നമ്മളോതി. ഇന്നാള് മുശ്രിക്കാണോ ഇന്നാള് മുശ്രിക്കല്ല ഇന്നാള് കാഫറാണോ എന്ന് മുദ്രയടിക്കുന്ന പണി നമ്മക്കില്ല. അത് ഞങ്ങൾ എത്രയോ തവണ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞാണ്. ശിർക്ക് എന്താണ്, കുഫർ എന്താണെന്ന് വിശദീകരിക്കും. അത് ആര് ചെയ്താലും ശിർക്ക് തന്നെയാണ്, ആര് ചെയ്താലും കുഫർ തന്നെയാണ്. ആളെ വ്യത്യാസത്തിനനുസരിച്ച് ഹുക്കുമിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അവിടെ ആയത്തോതണമെന്ന് പറഞ്ഞിടത്ത് ഞാൻ ഓതി. പിന്നെ അതിൽ ഒരായത്ത് മൂപ്പരെന്ന് ശ്രമിച്ചു നോക്കി എങ്ങനെയെങ്കിലും ആയി കിട്ടുമോ. പക്ഷെ മൂപ്പരനെ ഇവന്നങ്ങോട്ട് പോയി. ആരോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാ പറഞ്ഞത്? ആരോടാ പൂജയിൽ പ്രാർത്ഥിച്ചത്? ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ലാത്തയോടും ഒക്കെയാണ് പ്രാർത്ഥിച്ചത്. എന്താ അവരുടെ വിശ്വാസം? 2 വർഷം കൊണ്ട് വിശ്വസിച്ചിട്ടാ? അല്ല, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് മാത്രമല്ല, പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇവരൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്. ഈ വിശ്വാസത്തോടു കൂടിയാണ് അബൂജൽ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ലാത്തനൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഇന്നും അതുപോലെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും നമുക്ക് അള്ളാഹിന്റെ അടുക്കലുള്ള ശുപാർശക്കാരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ ജാറത്ത് പോയി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരോട് സങ്കടം പറയുന്നുണ്ട്. അബൂജഹൽ ചെയ്ത അതേ ശിർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്തത് അബൂജഹലായാലും അബൂബക്കറായാലും ശിർക്ക് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അത് പേര് വ്യത്യാസപ്പെട്ടുകൊണ്ട് മാത്രം ശിർക്കല്ലാതാവുന്നില്ല. ഒന്ന് എണീപ്പിച്ചിരുത്തിയ ബിംബം, ഒന്ന് കിടത്തിയിട്ട ബിംബം. അത് ചാരത്തെ പറ്റി എങ്ങനെ ബിംബം എന്ന് പറയാൻ പറ്റുമോ? അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. അപ്പൊ ഖബറിനെ ആരാധിച്ചാൽ ആ ഖബർ ബിംബത്തിന് തുല്യമായി എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ബിംബാരാധകന്മാർ ലക്ഷങ്ങൾ വിവരിക്കുന്നിടത്ത് റാദിയും പറഞ്ഞിട്ടുണ്ട്.
അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്ന ഉലൈക ലകാബിറ യകൂനൂന ശുഫാഅലഹും ഇൻദല്ലാഹി തആല. ബിംബാരാധനയ്ക്ക് തുല്യം തന്നെയാണ്. അതായത് ആരെങ്കിലും മരിച്ച പോലെ പേര് ബിംബുണ്ടാക്കുമല്ലോ, അതിന് തുല്യം തന്നെയാണ് അള്ളാഹുവിന്റെ പടപ്പുകളിലെ കുറെ ആളുകളിൽ ഏർപ്പെട്ടിട്ടുള്ള കബറുകളെ വന്ദിക്കൽ, തഅലീമുൽ ഖുബൂർ. അത് ബിംബാരാധനയ്ക്ക് തുല്യമാണ്. എന്താ വിശ്വാസം? കബറും പുറത്തെ കല്ലും മണ്ണും സഹായിക്കുന്നല്ല. അവർ ഈ കബറിൽ കിടക്കുന്ന മഹാൻ, ഇദാ അല്ലമു ഖുബൂറഹും, ഈ കബറുകളെ ബഹുമാനിച്ചാൽ കബറിൽ കിടക്കുന്ന മഹാൻ ഞങ്ങൾക്ക് നാളെ പരലോകത്ത് ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി കബറുകളെ ബഹുമാനിച്ചാൽ അത് ബിംബാരാധനയ്ക്ക് തുല്യമാണെന്ന് റാസിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മൾ അലവി സക്കാബിന്റെ ഒരു തിരിമറി ഉണ്ട്. കിതാബുകളിലെ തിരിമറി വർത്താൻ വേണ്ടി ബുക്ക് എഴുതിയാലും തിരിമറി. എന്താ? ഇസ്തിഗാലു കസീറുൻ മിനൽ ഖൽഖി എന്നാണ്. സൃഷ്ടികളിൽ പടപ്പുകളിൽ കുറെ ആളാണ്, ഞങ്ങളെ പെടൂല. നിങ്ങൾ പടപ്പുകളെ പുറത്താ തന്നെ ഖൽഖിൽ നിങ്ങൾ പെടൂല. നിങ്ങൾ മഖ്ലൂഖല്ലേ, നിങ്ങൾ ഖാലിഖീങ്ങളാ, അത് ഞങ്ങൾ പെടൂല. അതിപ്പോ ആർക്കാ പറഞ്ഞുകൂടാത്തത്? പിന്നെ നബിയുടെ കാലത്ത് ഖുർആൻ മൗലീദും റാത്തീബും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവർ മുശ്രിക്കാണോ? ഈ പറഞ്ഞ മൗലീദ് റാത്തീബൊക്കെ റസൂലിന്റെ കാലത്തുണ്ടാണ്ട് അതിന് ഖുർആൻ ഓതണമെങ്കിൽ ഖുർആൻ ഇക്കിങ്ങൾ ഉണ്ടാക്കിയ ജാതി മങ്കൂസും മണ്ണുകൊണ്ടുണ്ടാക്കിയ കൂസും അതുപോലെ ശറഫല്ലനാമും ഒക്കെ അന്ന് റസൂലിന്റെ കാലത്തുണ്ടോ? ഉണ്ടെങ്കിലല്ലേ അതിനെപ്പറ്റി ഖുർആനിൽ ആയത്തുണ്ടാവുള്ളൂ, റസൂലിന്റെ ഹദീസ് ഉണ്ടാവുള്ളൂ. അതിനായത്തുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടോ? പിന്നെ ശിർക്ക് ചെയ്തവർ അറുത്ത മാംസം തിന്നാമെന്നതിന് ആയത്ത് ഓതുക. ശിർക്ക് ചെയ്തവർ അറുത്ത മാംസം തിന്നാമെന്നതിന് ഞാൻ ആയത്തോതണം. എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ആയത്തിന്റെ ആവശ്യം? നിങ്ങൾ അർത്ഥം ഞങ്ങൾ തിന്നുന്നുള്ള നിൽക്കാം, നിങ്ങൾക്ക് എന്താണ് സംശയം? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളടുത്ത് നിങ്ങളും തിന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ മഹാമുശ്രിക്കുകളല്ലേ. അതിന്റെ ആയത്ത് നിങ്ങൾ ഓതിയാൽ അപ്പൊ തന്നെ നമ്മളിത് പറയും. ഞങ്ങൾ മഹാമുശ്രിക്ക് നിങ്ങൾ പറയാൻ ഞങ്ങളൊരു സൽസബീല ഉപയോഗിച്ചത്. ആ സൽസബീലിനെ സംബന്ധിച്ച് ഞങ്ങളെ ചോദ്യ സമയത്ത് ആവർത്തിച്ച് ചോദിച്ചിട്ടും എല്ലാ പഴയ സൽസബീലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതെന്താ ഞങ്ങൾ വായിക്കാത്തത്? അപ്പൊ ഞങ്ങൾ മഹാമുശ്രിക്കുകളാണ്. ഞങ്ങൾക്കിപ്പോ ചോദ്യത്തിന്റെ സമയമല്ലാത്തതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ നിവൃത്തിയില്ല. എന്നെങ്കിലും ഞാൻ പറയാണ്, ചോദ്യരൂപത്തിലല്ലാതെ പറയട്ടെ, ഞങ്ങൾ മഹാമുശ്രിക്കുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളടുത്ത് നിങ്ങൾ തിന്നുന്നുണ്ടല്ലോ. മാത്രമല്ല ഞങ്ങളെ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കണേ നിങ്ങളല്ലേ അങ്കഹത്തുക്ക ഇങ്കഹത്തുക്ക എന്നൊക്കെ പറയാൻ വേണ്ടി വരാറുള്ളത് അല്ലെ? ഇണയാക്കി തുണയാക്കി തന്നു. അപ്പൊ അറിയാൻ വരുന്ന നിങ്ങള് കെട്ടിച്ചു കൊടുക്കാൻ വരുന്നുണ്ട്, അതിന് കിട്ടുന്ന കാശും വാങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോ ഞങ്ങൾ അർത്ഥങ്ങൾ തിന്നുന്നുണ്ട്. അതിനേതാ ആയത്ത്? ആ ആയത്തന്നെ നിങ്ങൾ അർത്ഥീന് ഞങ്ങൾക്കുള്ളതും. വേറെ സ്പെഷ്യൽ ആയത്തൊന്നുമില്ല. മഹാമുശ്രിക്കുകളായ മുജാഹിദുകള് അർത്ഥത് തിന്നാൻ നിങ്ങൾക്ക് ഏത് ആയത്താണോ അതേ ആയത്ത് തന്നെയാണ് ഞങ്ങൾക്കുമുള്ളത്. ആ ആയത്ത് നിങ്ങൾ പറഞ്ഞാൽ രണ്ടാൾക്കും കൂടി നിങ്ങൾ പറഞ്ഞാൽ മതി. അത് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ കിത്മീർ, അത് കഴിഞ്ഞിട്ടാണ് ഇൻ തദഊഹും എന്ന് പറഞ്ഞത്. നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ആരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? ഈസ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉസൈർ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ലാത്തയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരോടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവരൊന്നും വരീത്തപ്പടക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നവരല്ല. ഈ ദുനിയാവിൽ ഒന്നിന്റെയും ഉടമാവകാശം അവർക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ നിങ്ങളെ പ്രാർത്ഥന കേൾക്കൂല. കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുന്നതല്ല. പഴയ മാറ്റർ വീണ്ടും ഇങ്ങനെ എത്രയോ പറഞ്ഞ് പ്രാക്ടീസായ മാറ്റർ ഇങ്ങനെ ആവർത്തന വിരസത ഈ ശ്രോതാക്കൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് അയാൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ചോദ്യത്തിന് ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല. ഇവിടെ ചോദിച്ചത് മുശ്രിക്കുകളാണ് സുന്നികൾ എന്ന് മുജാഹിദുകൾ പറയുന്നു. ഈ പറയുന്ന മുജാഹിദുകൾ സുന്നികളുടെ സ്വത്തവകാശം എങ്ങനെയാണ് എടുക്കുന്നത്? അതിന് ഖുർആനിൽ നിന്ന് ആയത്തോതാമോ എന്നാ ചോദ്യം. അതിന് പറഞ്ഞ മറുപടി ഒന്ന് മാൻ അഅ്ബുദുഹും ഇല്ലാ ലിയഖ്റബൂനാ ഇലല്ലാഹി സുൽഫാന. ഇതിൽ ഏതിന്റെ അർത്ഥാണ് സ്വത്തവകാശം മുജാഹിദുകൾക്ക് അനുവദനീയമാണ് എന്നത് ഒന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരുന്നു. എന്താണ് സഹോദര, നിങ്ങൾ ആകെ എന്തൊക്കെയോ ആയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചോദ്യത്തിനല്ല മറുപടി പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെന്തോ പഠിച്ചതാണ്. മാൻ അഅ്ബുദുഹും ഇല്ലാ ലിയഖ്റബൂനാ ഇലല്ലാഹി സുൽഫാ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾക്ക്, വിഗ്രഹങ്ങൾക്ക്, ഇലാഹുകൾക്ക് ആരാധിച്ചിരുന്നവർ പറഞ്ഞിരുന്ന മുദ്രാവാക്യമാണ്. ഞങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിച്ചിട്ടില്ല. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അല്ലാഹു അല്ലാത്തവർക്ക് അവർ ആരാധിക്കുന്നു. അതിവിടെ ഓതേണ്ടതില്ല, അതിനെപ്പറ്റി ഞങ്ങളുടെ ചോദ്യവുമില്ല.
മാ നഅ്ബുദുഹും എന്നാണ് അവർ പറഞ്ഞത് തന്നെ ആയത്തിൽ. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അല്ലാഹു അല്ലാത്തവരെ ഞങ്ങൾ ആരാധിക്കുന്നത് ആ വലിയ തമ്പുരായ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ് എന്നാണ് നിങ്ങൾ ഓതിയ ആയത്തിൽ തന്നെയുള്ളത്. ആ ആയത്ത് ഞങ്ങൾക്ക് ബാധകമല്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയും അല്ല. എന്റെ ചോദ്യം എന്തായിരുന്നു? ഈ സ്വത്തവകാശം മുജാഹിദുകൾ മുസ്ലിമീങ്ങളിൽ നിന്ന് വാങ്ങുന്നു, അതിന് ഖുർആനിൽ ആയത്തുണ്ടോന്നാ? ആ ആയത്തിൽ അതില്ലാതെ ഉറപ്പാണല്ലോ. പിന്നെ മങ്കൂസ് മൗലൂദ് മുഹ്യിദ്ദീൻമാരെയും സ്ഥിരമായി ചെല്ലുന്നവർ അറുത്ത മാംസം മുജാഹിദുകൾ തിന്നുന്നത് വ്യാപകമായി കാണുന്നു. ശിർക്ക് ചെയ്തവർ അറുത്ത മാംസം ഭക്ഷിക്കാമെന്നതിന് ഖുർആനിൽ നിന്ന് ഒരായത്തോതാമോ എന്ന് ചോദിച്ചു. ആയത്തോതിയിട്ടില്ല. എന്ന ആയത്തിൽ ശിർക്ക് ചെയ്തവർ അറുത്ത മാംസം ഭക്ഷിക്കാൻ പറ്റുമെന്നാണോ പറഞ്ഞിട്ടുള്ളത്? മുജാഹിദുകൾക്ക് ആ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നാണോ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ സഹോദര ആ അറബി ഖുർആനിക സൂക്തത്തിന്റെ പരിഭാഷ, അമാനി മൗലിയുടെ പരിഭാഷയെങ്കിലും നോക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റൊന്ന്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിന്നാൻ പാടില്ലല്ലോ. ഞങ്ങൾ നിങ്ങൾക്ക് തിന്നലില്ല, ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ മുജാഹിദുകൾ മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞിട്ടില്ല. അവർ ഋജുവായ പാതയിൽ നിന്ന് തെന്നി മാറിയ മുബ്തദിഉകളാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ തൗഹീദും ശിർക്കും എന്നൊരു പുസ്തകം പറഞ്ഞു, വായിച്ചു. അതിനുള്ള മറുപടിയും പേരോട് ഉസ്താദ് ഇവിടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇങ്ങോട്ട് മുശ്രിക്കാക്കുകയാണെങ്കിൽ നിങ്ങൾ മുശ്രിക്കാവേണ്ടി വരും. ഇതാണ് അതിന്റെ അർത്ഥം. അത് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളത് ബോധപൂർവം മറച്ചു വെക്കേണ്ടതില്ല. പിന്നെ മറ്റൊരു കാര്യം, എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി ഉണ്ടായിരുന്നു. കാന്തപുരം ബേബി അവക്കർ മുസ്ലിയാർ, EK ഇവർ മുസ്ലിമല്ലെന്നും അതുപോലെ കാഫിറല്ലെന്നും മുശ്രിക്കല്ലെന്നും നിങ്ങൾ സമ്മതിച്ചോ എന്ന് നിങ്ങൾ പറയുകയാണ്. ആയത്തോതാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിച്ചതിനൊന്നും ആയത്തോതാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ചോദ്യം, ആയത്തോതാൻ പറ്റാത്ത കഴിഞ്ഞില്ലെന്ന്, ആയത്തോതാൻ കഴിയുകയില്ലെന്ന് നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് മൗലിദ് ഓതുന്ന ആളുകൾ, അതുപോലെ തന്നെ കുതുബിയത്ത് ചെല്ലുന്ന ആളുകൾ, അവർ മുശ്രിക്കാണെന്ന് സ്ഥാപിക്കാൻ അതെങ്ങനെ ആയത്തിലുണ്ടാവുമോ ഖുർആനിലുണ്ടാവുമോ എന്നാ അവിടെ ചോദിച്ചത്. എല്ലാവരും കേട്ടതാണ്. അപ്പോ ഖുർആനിൽ കൊണ്ട് തെളിയിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് സൽസബിയിൽ പറഞ്ഞത് നിങ്ങൾ പിൻവലിക്കുമോ? ഞങ്ങളുടെ 8ാമത്തെ ചോദ്യം. ചോദ്യം നമ്പർ മറക്കണ്ട. അത് പിന്നെ നിങ്ങൾ പലതും പറയുന്നില്ല, മറുപടി പറയുന്നില്ല. അതുകൊണ്ട് 8ാമത്തെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ഇത് ആയത്തുകൊണ്ട് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പരസ്യമായി സമ്മതിച്ച സ്ഥിതിക്ക് ഈ സൽസബിയിലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും ലേഖനങ്ങളിലും പറഞ്ഞത് നിങ്ങൾ പിൻവലിക്കുന്നുണ്ടോ? അതൊന്ന് വ്യക്തമായി പറയണം. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആയത്തോതണമെന്ന്. ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളല്ല ആയത്തോത, നിങ്ങളാ ഓതേണ്ടത്. നിങ്ങളിപ്പോ മറുപടിയുടെ അവസ്ഥയിലാണ്. അത് നിങ്ങൾ മറന്നതായിരിക്കും. ഒന്ന് അപ്പുറത്തുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആയത്ത് നിങ്ങളാണ് ഓതേണ്ടത്. ഞങ്ങളെ മുശ്രിക്കാക്കിയിട്ടില്ലാന്ന്. അതൊന്നും ഞങ്ങളെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയൂല. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എഴുതിയത് കേട്ടോളൂ. തൗഹീദും ശിർക്കും എന്ന പുസ്തകം SSFകാർ പുറത്തിറക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ 61ാമത്തെ പേജിൽ ഇതാ പറഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ കഴിവ് അള്ളാഹുവിന്റേതും മനുഷ്യന്റേതുമെന്ന് രണ്ടായി വിഭജിച്ച് അള്ളാഹുവിന്റെ ഗുണമാകുന്ന ഖുദ്റത്തിൽ ഇവർ മായം ചേർത്തിരിക്കുന്നു. അതിനാൽ ഒറിജിനൽ മുശ്രിക്കുകൾ ഇവരാണ്, അവർ ഡ്യൂപ്ലിക്കേറ്റും. നമ്മൾ ഒറിജിനൽ മുശ്രിക്കും, അവർ ഡ്യൂപ്ലിക്കേറ്റ് മുശ്രിക്കും. ഇതാ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ഓരോ മനുഷ്യനും സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്ക വഴി കോടിക്കണക്കിന് സൃഷ്ടാക്കളെ അംഗീകരിക്കുന്ന ഇവർ മഹാമുശ്രിക്കുകളാണ്. ഞങ്ങൾ ഇതേറ്റൊക്കെയാണ് നടക്കണേ. നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് ആയത്തോണ്ടും അരീത്തോണ്ടും ഞങ്ങൾ മാന്യമായി തെളിയിച്ചിട്ടുണ്ട്. അത് ഗണ്ണിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ബയലറിഞ്ഞ് നേരങ്ങളില്ലാതെ ഞങ്ങൾ ഓതി ആയത്ത് അവനല്ലോ. നിങ്ങൾ തൊട്ടോ? കുളിതുമില്ലതീന ജാനത്തും നിങ്ങൾ തൊട്ടോ? വല്ലതീന തതുവന ബിന്ദുവിന് ഇന്തതും ലായക്കും തൊട്ടോ? തൊടാൻ കഴിയൂല. പിന്നെ പേരോട് ഉസ്താദ് മറുപടി പറഞ്ഞിട്ടുണ്ട്. പേരോട് ഉസ്താദ് പറഞ്ഞെന്താറിയോ? നിങ്ങൾ ഞങ്ങളെ മുശ്രിക്കാക്കിയില്ലേ? ഞങ്ങൾ മുശ്രിക്കല്ലെങ്കിൽ പറഞ്ഞോ മുശ്രിക്കായി ഒരു നിയമമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ മുശ്രിക്കായില്ലേ? ആ മസാല പ്രകാരം അല്ല നിങ്ങൾ മുശ്രിക്കാക്കിയത്. 59ാമത്തെ പേജില്ല. മുസ്ലിയാക്കളുടെ ഈ വാദം ശരിയല്ല എന്ന് ഞങ്ങളു സൽസബിൽ അതിനിടയിൽ ഒരു കൂട്ടിച്ചേർത്തു. മനുഷ്യന് അള്ളാഹു നൽകുന്ന കഴിവുകളൊഴികെ സ്വയം കഴിവുകളില്ല എന്നത് കൂട്ടിച്ചേർത്തതാ. ചില കാര്യങ്ങളിൽ മനുഷ്യർക്ക് കഴിവുണ്ടെന്ന് ഖുർആനും ഹദീസും തെളിയിക്കുന്നു. അനുഭവം അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. മുഅ്തസിലാക്കൾ പഴച്ചവരാണെന്ന് വെച്ചിട്ട് മേൽപ്രകാരമുള്ള ഒരു കാര്യം അവർ അംഗീകരിച്ചാൽ അവരോടുള്ള വെറുപ്പ് കൊണ്ട് ആ വിഷയം നമുക്ക് തള്ളാൻ കഴിയുമോ? സൽസബീൽ കണ്ടോ? ഈ സൽസബീൽ വെച്ചിട്ടാണ് നിങ്ങൾ ഞങ്ങളെ മുശ്രിക്കാക്കിയത്. ഈ സൽസബിൽ ഞങ്ങള് മനുഷ്യന്മാർക്ക് കുറെ കഴിവുണ്ട്, അതിൽ അള്ളാഹ്ക്കൊരു പങ്കുമില്ല, അള്ളാഹ് കുറെ കഴിവുണ്ട്, അത് വേറെയാണ് എന്നിങ്ങനെ ഞങ്ങൾ പറഞ്ഞു എന്നാണ്. കഴിവ് അള്ളാന്റേതും മനുഷ്യന്റേതായി രണ്ടായി വിഭജിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുദ്റത്താകുന്ന സിഫത്തിൽ ഞങ്ങൾ മായം ചേർത്തു. അതിനാൽ ഞങ്ങൾ ഒറിജിനൽ നമ്പർ 1 മുശ്രിക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളടുത്ത് നിങ്ങൾ തിന്നലില്ല, അത് കിട്ടാത്തോണ്ടാവും.
മുജാഹിദുകൾ അർത്ഥത് നിങ്ങൾ തിന്നലില്ലാന്ന് ആർക്കാ പറയാ? അലവിശക്കാർ ചിലപ്പോ തിന്നലുണ്ടാവില്ല, കിട്ടാത്തോണ്ടാവും. പക്ഷേ എല്ലാ സുന്നികളും തിന്നലില്ലാന്നാണല്ലോ. സമ്മതിക്കാൻ പറ്റുമോ? കേരളത്തിലെ സമസ്തക്കാർ ഒരൊറ്റ സ്ഥലത്തും മുജാഹിദ് അർത്ഥ തിന്നലില്ലാന്നുണ്ടോ? എത്ര സ്ഥലത്ത് മുജാഹിദുകളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചോണം മുസ്ലിയാക്കന്മാരുണ്ട്? അവിടെ ഇറച്ചി വാങ്ങലില്ലേ? ഞങ്ങൾ കോയിനെടുക്കലില്ലേ? അപ്പൊ അതൊക്കെ വെറുതെ പറയാണ്. അത് നിങ്ങൾക്ക് ഏതാ ആയത്ത്? ആ ആയത്ത് കൊണ്ട് ഓതി അവന് പ്രശ്നം തീർന്നില്ലേ? ഞങ്ങൾ മഹാമുശിരിക്കണം, ഒറിജിനൽ മുശിരിക്കുവാണെന്ന് നിങ്ങൾ പറഞ്ഞു. വേണ്ട, കേവി കാബറും മുർത്തത്തും പറഞ്ഞില്ലേ? കേവി അർത്ഥങ്ങൾ എന്നിട്ടില്ലേ? കേവിന്റെ അനുയായികളാ ഈ കെ സുന്നികൾ അർത്ഥങ്ങൾ എന്നില്ലേ? അതിനേതാ നിങ്ങൾക്ക് ആയത്ത്? കാബറും മുർത്തത്തും അർത്ഥം തിന്നാൻ പറ്റുമോ? ഈ കെ സുന്നി എന്ന് യഥാർത്ഥ സമസ്തയെന്ന് കോടതി വിധിച്ച ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ മുസ്ലിമീങ്ങള് അവരുടെ നേതാവ് കെ വി മുഹമ്മദ് മുസ്ലിയാർ കാഫിറും മുർത്തത്തുമാണെന്ന് നിങ്ങൾ എഴുതി. അവരർത്ഥങ്ങൾ തിന്നില്ലേ? അതിനേതാ ആയത്ത്? ആ ആയത്തിന് ചോദ്യം അതെന്നാ ഞങ്ങൾക്കുള്ള ആയത്ത്. എന്താ ആയത്തോടെ നിങ്ങൾക്ക് ഒരു പേടി? നിങ്ങളെ കൈ പോക്കറ്റിലുള്ള സാധനല്ലേ, ഇങ്ങോട്ട് ഓതിയാ പോരെ. പിന്നെ മൂപ്പര് മൗലീദുർ റാത്തീബും അത് ആയത്തോന്നണം. മൗലീദുർ റാത്തീബും ഖുർആൻ ഇറങ്ങണ കാലത്ത് ഉണ്ടെന്ന് തെളിയിക്കും. ഓ ഹു ഹി അല്ലാ, ഹു ഹു അല്ലാ, ഹ ഹ അല്ലാ, അല്ലേ? അല്ല അല്ല, ഇല്ല ഇല്ല. ദിഫായിറാത്തിബില് ലാ ആന ഇല്ല അന്ത, ലാന ഞാനല്ല, ഇല്ല അല്ല പഠിച്ചോനെ നീ അല്ലാതല്ല, നീ അല്ല ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ. 303 വട്ടം അല്ല അല്ല, ഇല്ല ഇല്ല. ദിഫായിറാത്തിബ് ഇതൊക്കെ റസൂലിന്റെ കാലത്തുണ്ടോ? ഉണ്ട് എന്നൊരു തെളിയിക്കും. അപ്പൊ അതിനതിൽ ആയത്ത് ഞങ്ങൾ അങ്ങോട്ട് ഓതും. അതിന് ആയത്ത് ഓതണത്രേ. ആയത്ത് കിട്ടാത്ത കുഴപ്പാ. ആയത്ത് കിട്ടിയ അപ്പ പോലും എന്ത് ചെയ്യും? ഇതൊക്കെ ഒഴിവാക്കും. സുഹൃത്തെ, ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചതാ. ഞമ്മക്ക് എത്ര വിഷയം ഇവിടെ ചർച്ച ചെയ്യാണ്ട്? ആ വിഷയം ചർച്ച ചെയ്യാതെ സുന്നികൾ വേച്ചാണ് എന്നു പറഞ്ഞിട്ട് സൽസബീൽ കൊണ്ടെന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷായി. ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഇതൊക്കെ ഒന്ന് പറയാൻ അവസരം കിട്ടിയല്ലോ. ഞങ്ങളാണ് ഈ സമുദായത്തെ മുശിരിക്കാക്കുന്നതെന്നാണ് ഇവിടെ ആളുകൾ പ്രചരിപ്പിച്ചത്. ഇവർ ഞങ്ങൾ മഹാമുശിരിക്കും ഒറിജിനൽ മുശിരിക്കുമാക്കിയിട്ടുണ്ട്. സ്വന്തം പാളയത്തിലുള്ള കേവിയെ പോലുള്ളവർ കാഫിറും മുർത്തത്തുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മഹാമുശിരിക്കും ഒറിജിനൽ മുശിരിക്കുമാക്കിയ സത്യം നിങ്ങൾ SSF പുറത്തിറക്കിയ പുസ്തകത്തിൽ തൗഹീദും ശിർക്കും എന്ന പുസ്തകത്തിൽ പറഞ്ഞത്, അത് പറയാൻ ഞങ്ങൾക്കൊരവസരം ഉണ്ടാക്കി തന്നതിന് പേരോട് മുസ്ലിയാരോട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. കാരണം അതൊന്ന് പറയാൻ, ഇത് ഈ സുന്നിയുടെ മുമ്പിലൊന്ന് പറയാൻ നമ്മളെ മുസ്ലിക്കാട്ടെ, ഞങ്ങൾ നിങ്ങളെ മുബത്തദിയാന്നേ പറഞ്ഞിട്ടുള്ളൂ. പുറത്ത് പറയൽ അതാണ്. ഈ ബുക്കാരൊക്കെ ഇല്ലാന്ന് ഞങ്ങൾ വിചാരിച്ചേ. ഞങ്ങൾ എല്ലാവരുടെ കയ്യിലും അത് വാങ്ങി വെക്കാണ്ട്. നിങ്ങൾ ആ പറഞ്ഞത് ഖുർആാനെതിരാണ്. കാരണം വഷ്കുറൂലില്ല, അള്ളാഹുവിനൊക്കെ ശുക്ർ പറ്റുള്ളൂ എന്നാ ഖുർആാനിലുള്ളത്. നിങ്ങൾ പേരോടാ അപ്പൊ ശുക്ർ അർപ്പിച്ചത്. ഏതായാലും അത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ശരിയാണോ എന്ന് ചിന്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സാന്ദർഭികമായിട്ട്. പിന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഹീ ഹൂ അല്ലാ എന്ന് പറഞ്ഞ മൂപ്പര ആക്ഷൻ, അത് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അത് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അത് ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെയാണത്. അതന്നെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളത് പറയിപ്പിച്ചതാണ്. അത് തെറ്റാണ്. ശാന്തരാവണം. അത് തെറ്റാണ് എന്ന് നിങ്ങളെ കൊണ്ട് തെറ്റാണ്, അത് ശിർക്കാണ് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചത് തന്നെയാണ്. ഞങ്ങൾ പറയുന്നത് എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു മാല മൗലിദ്, അതിനിപ്പോ ഹീ ഹൂ ഇല്ല അല്ല, ഇതാണല്ലോ, ഇത് തെറ്റന്നെയാണ്, ശിർക്കാണ്. അപ്പൊ ഒരു കാര്യം ഏതായാലും ഉറപ്പായി. മാല മൗലിദുകളുടെ കൂട്ടത്തിൽ ഹീ ഹൂ അല്ല ഇല്ല ഇല്ല എന്നും പറഞ്ഞത് അല്ലാത്ത മാല മൗലിദിന് കുഴപ്പമില്ല, അത് ഭയങ്കര ശിർക്കാണ്. പകുതി സമ്മതിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത വാദപ്രയത്തിൽ പകുതി കൂടി സമ്മതിച്ചോളും. ഏതായാലും ഗുണമുണ്ട് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ പിന്നെ ഇവിടെ സൽസബീലിൽ എന്റെ നേരത്തെ ചോദിച്ച എന്റെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോ ഒന്നാമത് ഞാൻ ചോദിച്ചിരുന്നു, സൽസബീൽ പറഞ്ഞത് പിൻവലിച്ചോ? അതിനെക്കുറിച്ച് കാമാൻ മിണ്ടിയിട്ടില്ല. കാന്തപുരവും അതുപോലെ ഈക്കയും കേവിയും മുശിരിക്കാണ് എന്ന ആയത്തുകൊണ്ട്, അതുപോലെ മൗലിദ് ഓതുന്നവർ കാഫിറാണ് എന്ന ആയത്തുകൊണ്ട് തെളിയിക്കാൻ കഴിയില്ല എന്ന് ആ സഹോദരൻ വളരെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് എന്റെ ചോദ്യം, എന്നാ സൽസബീലിൽ പറഞ്ഞത് നിങ്ങൾ പിൻവലിച്ചോ? ഒരു മറുപടിയും ഇതുവരെയും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ അടുത്തത് സുന്നികൾ കുത്തുബിയ്യത്ത് ചെല്ലുന്ന, മൗലിദ് ചെല്ലുന്ന, മാല ചെല്ലുന്ന സുന്നികൾ അടുത്തത് മുജാഹിദുകൾക്ക് എങ്ങനെ അനുവദനീയമാകുമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് എന്താ? ഞങ്ങൾ അടുത്തത് നിങ്ങൾ തിന്നുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വ്യക്തമായി പറഞ്ഞു, ഇവിടെയും ആവർത്തിച്ചു പറയുന്നു, മുജാഹിദുകൾ സുന്നികളെ കാഫിറാക്കിയതുപോലെ സുന്നികൾ മുജാഹിദുകളെ മുശ്രിക്കും കാഫിറുമാണെന്ന് പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല. മുജാഹിദ് മുശ്രിക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ധൈര്യസമേതം ഞങ്ങൾക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? എന്നാ പിന്നെ കേവി അടുത്ത് കാലാലാവോ? ഇവിടെ നേരത്തെ ഞങ്ങൾ വളരെ ശക്തിയായി ചോദിച്ച കാര്യ, കേവി മുർത്തത്തും മുശ്രിക്കുമാണ് എന്ന് സമസ്ത ഈ കെ അബൂബക്കർ മുസ്ലിം കൊടുത്ത ഫത്വ നിങ്ങൾ വായിക്കണം. എന്തെങ്കിലും എഴുതിയത് കൊണ്ടും വായിച്ചത് കൊണ്ടും കാര്യം
ചോദ്യമില്ല. ഇത് നേരത്തെ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. ഫത്വ നിങ്ങൾ വായിച്ചിട്ടില്ല, ഫത്വ നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ സിറാജ് പത്രത്തിൽ ആരോ എന്തോ എഴുതിയതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ചോദ്യങ്ങൾ ഞാൻ ആവർത്തിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ ചോദ്യം, APEKKB ഇവർ മുശ്രിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞു. ഇവിടെ നിങ്ങളത് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. അവർ മുശ്രിക്കല്ല, കാഫിറല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? വ്യക്തമായി പറയുക. രണ്ടാമത്തെ ചോദ്യത്തെ തൊട്ടിട്ടില്ല. എന്താണ്? ബിംബാരാധനയാണ് സുന്നികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബിംബാരാധന ചെയ്യുന്നവർ മുശ്രിക്കുകളാണോ മുസ്ലിങ്ങളാണോ? ഇതുവരെയും പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ചോദ്യം, നബി തങ്ങളുടെ വരുത്തം ആഗ്രഹിച്ച് മൗലിദ് ഓതുന്ന മുസ്ലിമോ മുശ്രിക്കോ എന്ന് ചോദിച്ചിരുന്നു. സർട്ടിഫിക്കറ്റ് നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, സൽസബീൽ ഇതാ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു, അവൻ കാഫിറാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് കാഹമ്മ പറഞ്ഞിട്ടില്ല. അതുപോലെ നാലാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിച്ചു, ശിർക്ക് ചെയ്യുന്നവരുടെ സ്വത്തവകാശം മുജാഹിദുകൾക്ക് അനുവദനീയമാകാൻ ഖുർആനിൽ തെളിവുണ്ടോ? ആയത്ത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ശിർക്ക് ചെയ്യുന്നവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ലെന്ന് അൽബനാർ പറഞ്ഞു. മൗലിദ് ഓതിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ ആളുകൾക്ക് മയ്യത്ത് നിസ്കരിക്കേണ്ടതില്ല എന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ? ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതിന് ഹാ ഹി ഹൂ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഖുർആനിക ആയത്തല്ല, തെളിവല്ല എന്ന് നിങ്ങൾ ഓർക്കണം. ആറാമത്തെ ചോദ്യം പറഞ്ഞിരുന്നു, മങ്കൂസ് മൗലിദ് മുഹ്യിദ്ദീൻ സ്ഥിരമായി ചെല്ലുന്നവൻ അറുത്ത മാംസം മുജാഹിദുകൾ തിന്നുന്നത് വ്യാപകമായി കാണുന്നു. ശിർക്ക് ചെയ്തവർ അറുത്ത മാംസം ഭക്ഷിക്കാം എന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഒരൊറ്റ തെളിവും പറഞ്ഞിട്ടില്ല. ഇനി എന്റെ ഒമ്പതാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. മുശ്രിക്കത്തായ പെണ്ണിനെ വിവാഹം ചെയ്യാൻ പാടില്ലെന്ന് ഖുർആൻ പറയുന്നു. അൽമനാർ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ മുശ്രിക്കത്തായ സ്ത്രീകളെ നിങ്ങൾ ചുളുവിൽ വിവാഹം ചെയ്യുന്നു. ഇത് ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ? ചോദ്യം മറക്കണ്ട. മുശ്രിക്കത്തായ പെണ്ണിനെ അത് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നു, അൽമനാറും പറയുന്നു. അപ്പോ മൂപ്പര് പറയണത് നമ്മള് മുശ്രിക്കാക്കിയിട്ടില്ല. ഇതേതാ പുസ്തകം എന്നറിയോ? തൗഹീദും ശിർക്കും. തൗഹീദും ശിർക്കും ആരാ പ്രസിദ്ധീകരിച്ചത്? ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ, മലപ്പുറം, SSFന്റെ. അത് ഇതിന്റെ അവതാരികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ രൂപം നൽകിയ, എന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയില്ലേ? SSF, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ രൂപം നൽകിയ ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോയുടെ ഈ സംരംഭം എല്ലാവരുടെയും സഹകരണം അർഹിക്കുന്നു. ഇത് 83 ഇറക്കിയതാണ് തൗഹീദും ശിർക്കും എന്ന പുസ്തകം. ഈ പുസ്തകത്തിലാണ് ഞങ്ങൾ മഹാമുശ്രിക്കുകളും ഒറിജിനൽ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞത്. റിസാല ഇറക്കിയിരുന്നതും ഈ പറഞ്ഞ SSF ബുക്ക് സ്റ്റാൾ തന്നെയാണ്, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ കൊണ്ട് ബുക്ക് സ്റ്റാൾ തന്നെയാണ്. ഇനി സുഹൃത്തുക്കളെ, മൂപ്പരിക്കിപ്പോ നേരത്തെ പറഞ്ഞതിനൊക്കെ പുറമെ പുതിയ ഒന്നും കൂടിയുണ്ട്. എന്താ ചോദ്യം എന്നറിയങ്ങള്? അത് മുശ്രിക്കത്തായ പെണ്ണിനെ കെട്ടാൻ പാടില്ല എന്ന് അൽമനാറിലുണ്ട്. മുശ്രിക്കത്തിനെ കെട്ടാൻ പാടില്ലല്ലോ, അത് സുന്നികളെ കെട്ടാൻ പാടില്ല എന്ന് അതിനർത്ഥം. ഞങ്ങൾ മുശ്രിക്കാണോ എന്ന് പറഞ്ഞാൽ നിവൃത്തിയൊന്നുമില്ല. അൽമനാറിന് പറഞ്ഞത് എന്താണ്? മുശ്രിക്കത്തിനെ കെട്ടാൻ പാടില്ല എന്നാ മൂപ്പര് വായിച്ചേ. ഞാൻ വായിച്ചല്ല കേട്ടോ, ഞാൻ വായിച്ചതല്ല. മുശ്രിക്കത്തിനെ കെട്ടാ, അത് ഖുർആൻ തന്നെ പറഞ്ഞല്ലേ, വലാ തൻകിഹുൽ മുശ്രിക്കാത്തി, മുശ്രിക്കത്തിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞല്ലേ. പക്ഷെ ഞങ്ങൾ മുശ്രിക്കാണോ എന്ന് മുതോറ്റ് എഴുതി വെച്ചാ പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എന്താ ഒരു സംശയം? അതെന്തിനാ? ആ സംശയത്തിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഞങ്ങളെ കുറിച്ച് എഴുതിയതാണ്. നിങ്ങൾ തമ്മ തന്നെ മുശ്രിക്കാക്കിയത് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതേതാ പുസ്തകം എന്നറിയോ? നിങ്ങളെ വലിയ ഉസ്താദ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഫതാവ മുഹ്യിസുന്നയിൽ ഒരു ചോദ്യം, മൊയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സഹിഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ? ഉത്തരം അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ പറഞ്ഞെന്താ? യദൂന തദൂന എന്നൊക്കെയല്ലേ പ്രാർത്ഥന? നിങ്ങൾ അർത്ഥം പറഞ്ഞല്ലേ? ആ അർത്ഥം ക്യാൻസൽ ചെയ്താൽ മതി. അല്ലല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ലേ ഞങ്ങൾ ഈ വാദം. നിങ്ങളാ പറയുന്നത് മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ പ്രാർത്ഥിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്. എന്നാൽ ഞങ്ങളുടെ സമസ്തന്റെ പഴയ പ്രസിഡന്റ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ അൽ ഖൗലു സദീദ് ഫീ റദ്ദി അത്തൗഹീദ്, അത്തൗഹീദ് എന്ന ഞങ്ങളുടെ പുസ്തകത്തിന് റദ്ദ് ചെയ്തുകൊണ്ട് അന്നത്തെ സമസ്തയുടെ നേതാവ് എഴുതി അന്നത്തെ എട്ടോളം സുന്നി ഉലമാക്കൾ പരിശോധിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ 100-ാം പേജിൽ പറഞ്ഞു കേട്ടോളൂ. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരൊറ്റ മുസ്ലിമും ഇല്ല. നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ആരാധിക്കാനും മാത്രമല്ല
പ്രാർത്ഥിക്കാനും പാടില്ല എന്ന് നിങ്ങൾ ആദ്യം പഠിപ്പിച്ചു. ഇപ്പൊ പറയുന്നു പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. അനുവദനീയമാണോ? അനുവദനീയമാണ്. ഖുർആനിൽ ഉണ്ടോ? ഉണ്ട്. ഒരു സംശയമല്ല. ഈ പുസ്തകത്തിന്റെ 133-ാമത്തെ പേജിൽ മുസ്ലിങ്ങളാകട്ടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂവെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. കണ്ടോ? മുസ്ലിങ്ങളാകട്ടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂവെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. ഇവിടെ പറഞ്ഞതോ ഇനി കേട്ടോളി. ഇതാരോ വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി? ഹാഷിം നഈമിയുടെ പുസ്തകം ജാലകം ബുക്സ് പുറത്തിറക്കിയതാണ്. ആ പുസ്തകത്തില് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോ എല്ലാ മാലാകമാരും ആദമിന് സുജൂദ് ചെയ്തു. പക്ഷേ വഹാബികൾ ആചാര്യനായ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. അത് പറഞ്ഞതിന് മുമ്പായിട്ട് മൂപ്പര് പറഞ്ഞു. കേട്ടോളൂ. ഖുർആൻ പരിഭാഷയല്ലാത്ത യഥാർത്ഥ ഖുർആൻ ഓതാൻ അവർക്കറിയില്ല. ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നികൾ വഹാബികളെ ഒന്ന് നന്നായി കൊട്ടി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. കേട്ടോ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് അത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. റഷീദുദ്ദീൻ മൂസംശാദിന്റെ സമസ്തയുടെ പഴയ പ്രസിഡന്റ് പറഞ്ഞത് മുസ്ലിങ്ങളാകട്ടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. ഇപ്പൊ നിങ്ങൾ തമ്മ തന്നെ കാഫിറാക്കി അല്ലേ? ഒരാൾ പറയാം മുസ്ലിമീങ്ങള് വാദല്ലത്, മുസ്ലിമീങ്ങളൊക്കെ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഒരു സ്ഥലത്ത് വരെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ വാദാണ്. ഇബ്ലീസ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇബ്ലീസിന്റെ പേരിന് ഇല്ലാത്തത് നുണ പറയും. ഏറ്റവും വലിയ നുണയാണ് ഇബ്ലീസാ. ഓന്റെ പേരിനും കൂടി നുണ. എല്ലാവരും ഇരിക്കുക. അടുത്തത് ഉപസംഹാരമാണ്. 10 മിനിറ്റ് വീതം 2 വിഭാഗത്തിനും. ആദ്യം ഉപസംഹാരം സുന്നി വിഭാഗമാണ്. സഹോദരന്മാരെ, നമ്മുടെ സംവാദത്തിന്റെ അവലോകനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഹൃദയത്തിലും മജ്ജയിലും മാംസത്തിലും എല്ലാം കലർന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കുക, സ്നേഹിക്കുക എന്ന നിലക്ക്, ആ കാരണത്താൽ അള്ളാഹു നൽകുമെന്ന നിലക്ക് വിളിച്ച് സഹായം ചോദിക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾ ചോദ്യമുന്നയിച്ചു. ഒരു ചോദ്യത്തിനും മറുഭാഗത്തു നിന്ന് മറുപടി പറഞ്ഞില്ല. എന്റെ അവതരണത്തിലുള്ള കുറെ ആയത്തുകളുണ്ട്. ആ ആയത്തുകളെ കുറിച്ച് അവർ ചോദ്യം ചോദിച്ചതും ഇല്ല. ഞാൻ ഓതിയ ആയത്തുകൾ അതിനെ സംബന്ധിച്ച് ചോദിച്ചില്ല. അതേസമയം ഞാൻ എന്റെ അവതരണത്തിൽ അഡ്വാൻസായി തന്നെ പറഞ്ഞിരുന്നു അവർ ഓതുന്ന ആയത്തുകളെ സംബന്ധിച്ച്. അത് അവരോതി. അതിന്റെ മറുപടി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അദ്വാഉ ഹുവൽ ഇബാദ എന്ന ഹദീസ് എവിടെയും പറയുന്നത്, ഇവിടെ അത് പറഞ്ഞില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അത് ഞാൻ ഇന്ന് മുറിച്ചെറിയുമെന്ന് പറഞ്ഞിരുന്നു. ഞാനതിന്റെ വ്യാഖ്യാനവും പറഞ്ഞിരുന്നു. അതവർ സ്പർശിച്ചില്ല. കാരണം അവർക്ക് തോന്നിയാൽ ഇവിടെ നിന്ന് പിന്നെ തോന്നാൻ കഴിയാത്ത ചുറ്റുപാട് സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടു. അവരത് ഓതിയില്ല. പിന്നെ ഇവിടെ സംവാദത്തിന് നമ്മൾ സംസാരിച്ചു. അതിൽ തംലിക്കുഹു വമാ മലക് എന്നൊരു തെൽബിയത്ത് അവർ ഉദ്ധരിച്ചു. ഇല്ലാ ശരീകൻ ഹുവലക, അള്ളാഹുവിന് ഒരു വിധം കൂറുകാരുണ്ട്, തീരെ ഇല്ലെന്നല്ല. വഹദഹു ലാ ശരീക ലഹ്, അള്ളാഹുവിന് ഒരു കൂറുകാരനുമില്ല എന്ന് നമ്മൾ പറയും പോലെയല്ല, ഒരു സൈസ് കൂറുകാരുണ്ട് എന്ന് പറഞ്ഞ മുശ്രിക്കുകളുടെ തെൽബിയത്ത് ഉദ്ധരിച്ചു. അത് ചോദ്യത്തിലൊന്നും പറഞ്ഞില്ല. കാരണം അത് വെറുതെ വഷളാകണ്ടെന്ന് മനസ്സിലാക്കിയായിരിക്കാം. അത് പിന്നെ പറഞ്ഞില്ല. സാധാരണ പറയുന്നതാണ്, പറഞ്ഞില്ല. ഞങ്ങൾ ഇവിടെ വലവു അന്നഹും യളമു എന്ന ആയത്ത് അത് മുജാഹിദിന്റെ പരിഭാഷ വായിച്ചുകൊണ്ട് സമർത്ഥിച്ചു. അതിനിടയിൽ അദ്ദേഹം ഒന്ന് കൂട്ടിച്ചേർത്തു. ഞാനത് പിടികൂടി. അദ്ദേഹത്തിന് ഞാൻ കൂട്ടിച്ചേർത്തില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല. കൂട്ടിച്ചേർത്തത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, പിടികൂടിയതും നിലനിൽക്കുന്നു. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മൗലിദ് ഓതിയാൽ കാഫിറാകുമെന്ന് എഴുതിയതിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെയെന്ന് പറഞ്ഞു. പക്ഷേ അല്ലാഹു റസൂലുഹു അഹ്വൻ യുർദൂഹു, അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം വാങ്ങണം എന്ന് ഖുർആനിലുണ്ട്. അതവര് അംഗീകരിച്ചില്ല. പിന്നെ
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്. ഒരു പ്രാർത്ഥന എന്ന വാചകം കൊണ്ടുവന്ന് കസറത്ത് നടത്താനുള്ള സാധാരണ പദ്ധതി ഇവിടെ വിലപ്പോയില്ല. അതിന്റെ വേദനയാണ് അവസാനം പ്രകടിപ്പിച്ചത്. പ്രാർത്ഥന പറ്റില്ലാതെ ചിലര് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന പറ്റിയെന്ന് ചിലര് പറഞ്ഞിട്ടുണ്ട്. അതൊരു മലയാള വാചകമാണ്. അതിന് പ്രാർത്ഥന ഈശ്വരനോട് അപേക്ഷിക്കുക എന്നൊരർത്ഥമുണ്ട്. അതെ, അങ്ങനെ വരുമ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുക എന്ന അർത്ഥത്തിലാകുമ്പോൾ ആരാധനയാണ്. അതാ പാടില്ല എന്ന് പറഞ്ഞത്. പാടുണ്ടെന്ന് പറഞ്ഞതോ അത് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് സഹായിക്കുന്ന ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിച്ചുകൊണ്ടുള്ള സഹായാർത്ഥന. അതിന് അപേക്ഷ എന്ന അർത്ഥത്തിൽ പ്രാർത്ഥന എന്നങ്ങ് പറഞ്ഞാൽ ആകാശം പൊളിഞ്ഞ് വീഴാനൊന്നുമില്ല. അതാണ് മറ്റു ചില പുസ്തകങ്ങളിൽ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും മൊഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. ബദരീകളോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. ഈ അൽ ഖൗലു സദീദും അതുപോലെ ഫതാവ മുഹീസുന്നയും ഒക്കെ ഞാനീ പറഞ്ഞ ഇനത്തിൽ ആണുള്ളത്. ആർക്കും മനസ്സിലാവുന്നതാണ്. സൃഷ്ടികളോട് ചോദിക്കുന്നത് പ്രാർത്ഥിച്ചു എന്ന് പറയലില്ല. ഞങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്നതിന് മുജാഹിദ് പറഞ്ഞ വാക്കാണ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞ വാക്കല്ല. ഞങ്ങളതിന് സഹായം ചോദിക്കുക എന്നാ പറയാറ്. ആളുകൾക്ക് മനസ്സിലാകരുത് എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ആ വാചകം, പ്രാർത്ഥിക്കുക എന്ന വാചകം. അതിവിടെ വിലപ്പോയില്ല. തൗഹീദ് എന്ന സമഗ്ര പഠനത്തിലും അഹ്ലുസുന്ന ഒരു ദാർശനിക പഠനം എന്ന പുസ്തകത്തിലൊക്കെ വായിച്ചതിന്റെ അപ്പുറവും ഇപ്പുറവും വിട്ടിട്ടാണ് വായിച്ചത്. അതുപോലെ അള്ളാഹുവിനെ പോലെ കഴിവുണ്ട് എന്ന് പറഞ്ഞു തന്നെ അപ്പുറം വിട്ടിട്ടാണ് വായിച്ചത്. അത് അവസാനത്തേക്ക് വെച്ചതും അതിനു വേണ്ടി തന്നെയാണ്. എനിക്ക് ഇനി സന്ദർഭമല്ലല്ലോ. മുജാഹിദിന്റെ പരിഭാഷയിൽ ഏത് സ്ഥലത്ത് വിളിച്ചാലും കേൾക്കാനുള്ള ശക്തി, ആത്മീയ ശക്തി മനുഷ്യനുണ്ട് എന്നെഴുതിയത് പരിഭാഷയിലുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല, ഇപ്പോൾ അതിന്റെ സമയമല്ലല്ലോ. അതുകൊണ്ട് വാസ്തവത്തിൽ വെറുതെ മുസ്ലിം സമുദായത്തെ മുശ്രിക്കീങ്ങളാക്കി ചിത്രീകരിച്ചിരുന്നത് ശരിയല്ല. മറ്റൊരു കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇവിടെ നമ്മുടെ സംഘാടകർ വളരെ മാനമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. ഞാനതൊരു പ്രത്യേകം അവർക്ക് നന്ദി പറയും. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ മൗലവി സാഹിബ് നിങ്ങൾക്ക് ഗൾഫിൽ പോയാൽ, അതുപോലെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ എന്നൊക്കെ പറഞ്ഞ് ചില കമന്റുകൾ അടിച്ചു. അത് അദ്ദേഹം ഒന്നും സൂചിപ്പിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. പ്രതിഷേധമായി പറയണമല്ലോ. ഉള്ളതുള്ളതുപോലെ പറയലാണ് നമ്മുടെ കാര്യം. അങ്ങനെ പറയേണ്ട ആവശ്യം മൗലവിക്കില്ലായിരുന്നു. പക്ഷെ മൗലവി അത് ചിന്തിച്ചില്ല. ആ ഉമർ മൗലവി എന്ന പുസ്തകത്തിൽ ഷാർജയിൽ കാന്തപുരം പോയി. ഷാർജയിൽ ഒരു ശൈഖ്, ആ ശൈഖിന്റെ സമീപത്ത് നിന്ന് കാന്തപുരത്തെ വെട്ടിലാക്കാൻ ഉമർ മൗലവി പറഞ്ഞു, ഇദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ ഖബർ ആരാധിക്കുന്ന ആളാണ്, അതുപോലെ മറ്റ് വിഷയങ്ങൾ ചെയ്യുന്ന ഈ ഔലിയാക്കളെ വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളാണ്. കാന്തപുരം വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ അവരെ വിളിച്ച് സഹായം ചോദിക്കുകയാണ്, ഞങ്ങൾ അവരെ സിയാറത്ത് ചെയ്യുകയാണ്, ഞങ്ങൾ ആരാധിക്കുന്നില്ല. പരസ്യമായി ആ ശൈഖിന്റെ മുമ്പിൽ കാന്തപുരം ധൈര്യത്തോടെ പറഞ്ഞു, സലഫി ശൈഖിന്റെ മുമ്പിൽ. അത് ഉമർ മൗലവിയുടെ പേരിൽ മുജാഹിദുകൾ ഇറക്കിയ പുസ്തകത്തിൽ തന്നെയുണ്ട്. ഞങ്ങൾ ഗൾഫിലെത്തിയാൽ മാറുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല, അത് നിങ്ങളെ കൊണ്ട് തന്നെ അള്ളാഹു എഴുതിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, അവലോകനമായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, അത്തരം വാചകങ്ങൾ മൗലവി പറയരുതായിരുന്നു. ഞങ്ങളൊരു ഭക്ഷണത്തിന്റെ ആളുകൾ, അവരൊക്കെ കാറ്റടിച്ച് ജീവിക്കുന്നവർ, തയ്യാറാണോ അവരേത്? ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ശൈലികൾ അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ നമ്മുടെ മധ്യസ്ഥൻ ഇടപെടാത്തതിൽ ഒരു ചെറിയ ഒരു വിഷമമുണ്ടെങ്കിലും ഇത്രയും നന്നായി ഇത് ഇത്രയും കൊണ്ടുവന്നതിലും സംഘടിപ്പിച്ചതിലും ഞാൻ അഗൈതവമായ നന്ദി നമ്മുടെ സംഘാടകർക്ക് പ്രത്യേകം പറയുകയാണ്. പിന്നെ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാ, ശൈഖ് മുഹീദ്ദീൻ ജീലാനി, ഇമാം റാസി, ഇമാം നബവി, ഇമാം ബുഖാരി തുടങ്ങിയവർ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ എന്ന് ഞാൻ അവരുടെ ഗ്രന്ഥങ്ങൾ കയ്യിൽ പിടിച്ച് ചോദിച്ചു. അല്ല, അവർ മുശ്രിക്കുകളാണോ എന്ന് ചോദിച്ചു. മറുപടി അടുത്തതിന് പറയാമെന്നോ നമ്മുടെ മൗലവി പറഞ്ഞു. ഇതുവരെയും പറഞ്ഞില്ല. അദ്ദേഹം വാഗ്ദത്തം ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. പക്ഷെ വാഗ്ദത്തം അദ്ദേഹം നിറവേറ്റിയില്ല. അടുത്ത സെഷനിൽ പറയാമെന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഇതുവരെയും പറഞ്ഞില്ല. അത് പറയാമെന്ന് അദ്ദേഹം വാക്ക് പാലിച്ചില്ല. അതും അപടവിശ്വാസികളുടെ ഒരു ലക്ഷണത്തിൽപ്പെട്ടതാണ്. മഹാന്മാരെ വിളിക്കാതിരിക്കൽ മാത്രമല്ലല്ലോ വാക്ക് പാലിക്കാതിരിക്കലും അതുപോലെ തന്നെയാണെന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചത് ഇമാം ബുഖാരി രേഖപ്പെടുത്തി ഞാൻ ഉദ്ധരിച്ചു. അദ്ദേഹം യാ മുഹമ്മദ് എന്നുണ്ടെന്ന് പറഞ്ഞു. യാ മുഹമ്മദ് എന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തി ഞാൻ ഉദ്ധരിച്ചു. നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇനി ഒരു ഹ ഉണ്ടായാലോ? ഞാൻ ചോദിച്ചു, യാ ഗൗസാ, യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ, ആ കൂട്ടിയാൽ ശിർക്ക് ആവുകയില്ലേ എന്ന് ചോദിച്ചു. മറുപടി ഉണ്ടായില്ല.
അതുപോലെ ഇബ്നു കസീറിന്റെ തഫ്സീർ ഞാൻ വായിച്ചു, ഇസ്തിഗാസക്ക് തെളിവായി. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ സാധിച്ചില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി ഞങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ മറ്റൊരു ചോദ്യമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിച്ചുകൊണ്ട് മുശ്രിക്കായ ഒരൊറ്റ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിച്ച് പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു മുശ്രിക്ക് മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഒരാളെ പേര് പറയാമെന്ന് ചോദിച്ചു. കാരണം നിങ്ങൾ ഇവിടെ ഓതാറുള്ള ആയത്തുകൾ മുഴുവനും ഇൻതദുഉഹും, നിങ്ങൾ അവരെ വിളിച്ച് തേടിയാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ വിശ്വസിക്കുന്ന ഒറ്റ വ്യക്തി ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. മറുപടി പറയാൻ സാധിച്ചില്ല. കാരണം അങ്ങനെ ഒരൊറ്റ വ്യക്തിയുമില്ല. അപ്പൊ ഈ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെ സംബന്ധിച്ചാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ വിശ്വസിക്കാത്തവരോടാണ് നിങ്ങൾ എന്ന് സംബോധന ചെയ്തത്. ആ വിശ്വാസക്കാരായ നിങ്ങൾ, അതെ, ഈസാ അലൈഹിസ്സലാം ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് വിളിച്ചാൽ ഈസാ നബി കടുത്ത വെറുപ്പാണ്. ഈ യോഗത്തിലെ അധ്യക്ഷൻ ഞാനാണെന്ന് പറഞ്ഞ എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഉത്തരം ചെയ്യില്ല. കാരണം എനിക്കില്ലാത്ത അവകാശം വകവെച്ച് തരാൻ പാടില്ല. അപ്പൊ അല്ലാഹുവിന്റെ ദൈവപുത്രനാണെന്ന വിശ്വാസത്തോടെ വിളിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ ദൈവമാണെന്നോ ദൈവത്തിന്റെ വല്ല ഗുണവുമുണ്ടെന്നുള്ള വിശ്വാസത്തോടെ വിളിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. മറുപടിയൊന്നും ഉണ്ടായില്ല. ശിർക്ക് എന്താണെന്ന് ഞാൻ മുജാഹിദിന്റെ പരിഭാഷ വായിച്ചു കേൾപ്പിച്ചു. ശിർക്ക് എന്താണെന്ന് വായിച്ചു കേൾപ്പിച്ചു. അതിനെപ്പറ്റി പിന്നെ ഒന്നും മിണ്ടിയില്ല. തന്നെ എന്നർത്ഥം ഞങ്ങൾ പരിഭാഷയിൽ ഉണ്ടോ? ഇവിടെയുണ്ട്, ഞാൻ വായിച്ചു കേൾപ്പിച്ചു. പിന്നെ മിണ്ടിയില്ല. അങ്ങനെ ഓരോന്നോരോന്നായി. ഇപ്പോൾ പിന്നെ ലാ അന ഇല്ലാ അൻത എന്നതാണ് പിന്നെ വിളിച്ചിട്ടത്. മുഹീദ്ദീൻ ശൈഖ് മഹാനാണെന്ന് നിങ്ങൾ എഴുതിയാൽ വിലായത്തുൽ കറാമിന്റെ കയ്യിലുണ്ട്. ആ മുഹീദ്ദീൻ ശൈഖിന്റെ ഫതുർ റബ്ബാനിയിൽ ലാ അന ഇല്ലാ അൻത എന്ന ദിക്ർ പറഞ്ഞിട്ടുണ്ട്. നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഞാൻ ചുരുക്കുന്നു. ആകയാൽ ഈ പരിപാടി ഭംഗിയായി നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് എഴുതിയത് ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ തന്നെയാണ് എന്നാണ്. അതിവിടെ വായിച്ചു കേൾപ്പിച്ചു. നിങ്ങൾ ഞങ്ങളെ എന്തിനു മുശ്രിക്കാക്കി എന്ന് ചോദിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ രാവിലെ മുതൽ ആരംഭിച്ച ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. മുജാഹിദ് പക്ഷം എല്ലാ കാലവും വാദിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്നതിന് തെളിവായി വിഷയാവതരണത്തിൽ നിരവധി ആയത്തുകൾ ഓതുകയും അതിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങൾ ഓതിക്കേൾപ്പിക്കുകയും അങ്ങനെ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വിശദീകരിക്കുകയും ചെയ്തത് നാം കേട്ടു. എന്നാൽ വാദപ്രതിവാദത്തിന്റെ സമയത്ത് തന്നെ പലപ്പോഴായി സുന്നികളുടെ വാദമായി മുജാഹിദ് വിഭാഗം പരിചയപ്പെടുത്തിയ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന വാദം ഇബ്ലീസിന്റെ വാദമാണ് എന്ന വാദത്തിന് തെളിവായി ഒരായത്തെങ്കിലും ഇവിടെ ഉദ്ധരിക്കാൻ മറുഭാഗത്തുള്ള ആളുകൾക്ക് സാധിച്ചില്ല എന്നത് നാം എല്ലാവരും കേട്ടതും മനസ്സിലാക്കിയതുമാണ്. ചോദ്യോത്തര സന്ദർഭത്തിൽ, പ്രസംഗത്തിന്റെ സന്ദർഭത്തിൽ കുറെ ആയത്തുകൾ ഉദ്ധരിച്ച പണ്ഡിതന്മാർ ചോദ്യോത്തര സന്ദർഭത്തിൽ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഈ ആയത്താണ് തെളിവ്, ഈ ആയത്തിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന ഒരു ചോദ്യമെങ്കിലും മുജാഹിദുകൾക്കെതിരെ ഉന്നയിച്ചതായി നാം കേട്ടില്ല. അഥവാ ഒരായത്ത് കൊണ്ടുപോലും തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം തെളിയിക്കാൻ കഴിയില്ല എന്നിവിടെ പ്രസംഗിച്ച പണ്ഡിതന്മാർക്ക് തന്നെ കൃത്യമായി ബോധ്യപ്പെട്ടു എന്നർത്ഥം. പ്രസംഗത്തിനിടയിൽ ഓതിയിരുന്നു വസൽമൻ അർസൽന, അതേപോലെ ഇന്നമാ വലിയുക്കും അല്ലാഹു റസൂലുഹു. സ്വന്തം പരിഭാഷകളും സ്വന്തം പ്രസിദ്ധീകരണങ്ങളെങ്കിലും ഒന്നെടുത്ത് വായിച്ചു നോക്കുക. മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ ഇത് തെളിവാണെന്ന് ആരെങ്കിലും പറഞ്ഞതായി എവിടെയും കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പിന്നീട് തെളിവുകൾ ഉദ്ധരിച്ച സന്ദർഭത്തിൽ ഒരിക്കൽ പോലും ഈ ആയത്തിലൊന്ന് തെളിവായി പറയാൻ കഴിയാതിരുന്നത്. ഇവിടെ പറഞ്ഞു ഒരു കാര്യം, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന് ഞങ്ങളാരും പറയാറില്ല. ഇനി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല എന്നാണ്. ഇടിഞ്ഞു വീഴും ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ സുന്നി വോയിസ് പറയുന്നു. എന്താ പറയുന്നത്? സൃഷ്ടികളോട് സഹായം തേടുന്നതിന് പ്രാർത്ഥിച്ചു എന്ന് ആരും പറയാറില്ല, പറയാൻ പാടുമില്ല. എന്നിടത്ത് നിന്ന് ഇടിഞ്ഞു വീഴുകയില്ല എന്നിടത്തേക്ക് നിങ്ങൾ എത്തിയത് എന്നാണ് എന്ന് പിന്നീടെങ്കിലും നിങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കണം. ഇവിടെ ചോദിച്ചല്ലോ, യാ നബിയല്ലാ, യാ റസൂലല്ലാ എന്ന് വിളിച്ച മുശ്രിക്കുണ്ടോ എന്ന്. മുശ്രിക്കുകളല്ലല്ലോ ഇവിടെ, മുശ്രിക്കുകളുടെ വാദം തെളിയിക്കാനല്ലല്ലോ നാം സംവാദം തെളിയിച്ചത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അത് ഇസ്ലാമാണെന്ന് തെളിയിക്കാനാണ്. അവിടെ ഞങ്ങളുടെ ചോദ്യത്തിനാണ് പ്രസക്തി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് പറയുന്നത് പോലെ, യാ ശൈഖ് റിഫായി എന്ന് പറയുന്നത് പോലെ, യാ ഇബ്രാഹിം എന്നോ യാ ഇസ്മായിൽ എന്നോ യാ ആദമെന്നോ യാ നൂഹ് എന്നോ പ്രാർത്ഥിച്ചതായി എന്തേ പണ്ഡിതന്മാരെ നിങ്ങൾക്കൊരു തെളിവ് പറയാൻ കഴിഞ്ഞില്ല? നിങ്ങൾക്കത് പറയാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പൊ അവസാനം പറയാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് തേടിയത് കൊണ്ടാ ശിർക്കായത്. ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ തേടണമെന്നില്ല, വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. ദൈവപുത്രനെന്ന് വിശ്വസിച്ച് തേടിയാലേ ശിർക്കാവൂ എന്ന വാദം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അവസാനം ഖുർആനിലെ ആയത്തില്ല, സഹീഹായ ഹദീസില്ല. അവസാനം കിട്ടിയത് ഒരു കാലുളുക്കിയ സംഭവമാണ്. പറഞ്ഞ പണ്ഡിതന്മാരുടെ നാവുളുക്കി എന്നല്ല, ഇത് സ്വീകാര്യമാണെന്ന് ഈ ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ കഴിഞ്ഞോ? അതിന്റെ ദൗർബല്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതോടെ പറഞ്ഞിട്ട്, ഇല്ല മുജാഹിദുകളെ, നിങ്ങളത് ലൈഫാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന ആൾ സ്വീകാര്യയോഗ്യനാണെന്ന് ഇന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നെവിടെയെങ്കിലും ഒരിക്കലെങ്കിലും പറയാൻ ഈ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞോ എന്ന് സാധാരണക്കാരായ സഹോദരന്മാരെ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അവസാനം പറഞ്ഞ് ദുനിയാവിലെ ഖുർആനിൽ അല്ലാഹു ഇറക്കി തന്ന ഖുർആനിൽ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ദുനിയാവിൽ പണി ചെയ്യാൻ ഒരു തെളിവുമില്ല എന്ന് വന്നപ്പോ അവസാനം പറഞ്ഞത് പരലോകത്തെ തെളിവാണ്. പരലോകത്താതെ നബിയോട് തേടുന്നുണ്ടല്ലോ, പരലോകത്ത് മറ്റമ്പിയാക്കളോട് തേടുന്നുണ്ടല്ലോ. ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, പരലോകത്ത് നഗ്നരായാണ് മുഴുവൻ മനുഷ്യരും ഹാജരാക്കപ്പെടുന്നത്. ആ തെളിവ് വെച്ച് നഗ്നരായി ഈ വേദിയിൽ ഹാജരാകാൻ ഏതായാലും പരലോകത്ത് തുണിയില്ല, പിന്നെ എന്തിനാണ് ദുനിയാവിൽ തുണി എന്ന് പറഞ്ഞിവിടെ ഹാജരാവാൻ ഈ ആളുകൾ തയ്യാറാകുമോ എന്ന് നിങ്ങളൊന്നവരോട് ചോദിച്ചു നോക്കുക. അങ്ങനെ അവസാനം പറഞ്ഞ് ബുഖാരി അതേപോലെ നബവി ഇവരൊക്കെ മുസ്ലിക്കാണെന്ന് വാദിക്കാൻ കഴിയുമോ? ചോദിച്ചല്ലോ ഇവിടെ ഏതെങ്കിലും ഒരു സഹീഹായ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്താൻ ഈ പണ്ഡിതന്മാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നിരന്തരമായി ഇവിടെ നിന്ന് ചോദിച്ചിട്ട് ഒരു തെളിവെങ്കിലും പറയാൻ ഈ ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നത് നാം മനസ്സിലാക്കി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് കേൾക്കുന്ന, ഇപ്പോൾ കേൾക്കുന്ന, പിന്നീട് കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവരെവിടേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഈ ഇരിക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങളോട് ആരാണ് മഴ പെയ്യിക്കുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് പറയും. ആരാണ് അരുവി ഒഴുക്കുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് പറയും. എന്നാൽ ഈ പണ്ഡിതന്മാർ പറയുന്നത് ആകാശലോകത്തും ഭൂമിലോകത്തും ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ എന്ന് മുഹീദ്ദീൻ ശൈഖിനോടാണ് തേടുന്നത്. മുഹീദ്ദീൻ ശൈഖിനെയാണ് മഴ പെയ്യിക്കുന്നവനായി കണക്കാക്കുന്നത്. കടുത്ത ശിർക്കിലേക്കാണ് ഈ ആളുകൾ നമ്മെ കൊണ്ടുപോകുന്നത്. നാം അത് മനസ്സിലാക്കണം. 25 കൊല്ലമായി മുജാഹിദുകൾക്കെതിരെ എല്ലാ സ്ഥലത്തും വിപ്ലവങ്ങൾ ഉണ്ടാക്കി പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർ വരെ വന്നിട്ട് തെളിവ് പറയാൻ കഴിഞ്ഞില്ല. നേർക്ക് നേരെ വന്നപ്പോ ഒരായത്ത് പോലും തെളിവ് ധരിക്കാൻ കഴിഞ്ഞില്ല. മണ്ണാർക്കാട് സംവാദത്തോടുകൂടി ഏതായാലും അലവി സഖാഫി സമതിയത്ത് ഒഴിവാക്കി എന്നതും ഇവിടെ ബോധ്യപ്പെട്ടു. സമതിയത്തിനെ കുറിച്ച്, ഏറ്റവും വലിയ തുരുപ്പ് ഷീറ്റിനെ കുറിച്ച് എന്തേ ഒരക്ഷരം നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല? നിങ്ങൾ ആലോചിക്കണം. അവസാനം KV എയർപോർട്ടിലെത്തിയില്ല എന്ന് പറഞ്ഞയാള് KV എയർപോർട്ടിലെത്തി എന്ന് സിറാജ് ചൂണ്ടിക്കാണിച്ച് കാഫിറും മുർത്തത്തുമാണെന്ന് പറഞ്ഞപ്പോ എന്ത് പറയാൻ കഴിഞ്ഞു നിങ്ങൾക്ക്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. കഴിയില്ല, തെളിവുകളില്ല നിങ്ങൾക്ക്, പ്രമാണങ്ങളില്ല നിങ്ങൾക്ക്. ജനങ്ങളത് മനസ്സിലാക്കും. അതുകൊണ്ട് സാധാരണക്കാരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവർക്ക് സത്യമറിയാം, ഇവർക്ക് ഹക്കറിയാം, പക്ഷേ അത് മറച്ചു വെക്കുകയാണ്. ഈ ആളുകൾ സത്യം മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ടാണല്ലോ ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ പോലും നാദാപുരത്ത് വെച്ച് മുജാഹിദ് പ്രവർത്തകന് മയ്യിത്ത് നമസ്കരിച്ചത് നിഷേധിക്കാൻ കഴിയില്ല. ഹക്കിവർക്കറിയാമെന്നർത്ഥം. അപ്പോൾ സാധാരണക്കാരായ നാം മനസ്സിലാക്കേണ്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ശിർക്ക് ചെയ്താൽ നരകത്തിലാണെന്നാണ്. അതുകൊണ്ടത് മനസ്സിലാക്കി അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് നാം വിട്ടുനിൽക്കുക. സംഘാടകരോട് പറയട്ടെ, നിങ്ങൾക്ക് സന്തോഷിക്കാം. പടച്ചതമ്പുരാന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, കേരളത്തിൽ അല്ലാഹു അല്ലാത്തവരോട്
പ്രാർത്ഥിക്കാമെന്ന ശിർക്ക് പ്രചരിപ്പിക്കാൻ നടക്കുന്ന വൻതോക്കുകൾക്ക് ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ തിരിച്ചറിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ ഈ സമൂഹം തയ്യാറാകുമെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ തയ്യാറായാൽ ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വലിയ പ്രതിഫലം പ്രിയപ്പെട്ട സംഘാടകരെ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇല്ല, ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തീർക്കാൻ നന്ദിയില്ല. പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ കടപ്പുറത്ത് വൈകുന്നേരങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന മൺവീടുകൾ തിരമാലകൾക്ക് മുന്നിൽ തകർന്നടിയുന്നത് പോലെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തിരമാല പ്രവാഹങ്ങൾക്കിടയിൽ മുസ്ലിംമാരുടെ ഭാണ്ഡക്കെട്ടുകൾ തകർന്നു വീഴുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർ കാണും. അവരതറിയും, അവർ പ്രഖ്യാപിക്കും, ഇന്നമാദു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന്. ആ പ്രഖ്യാപനം നിങ്ങളെ കാത്തിരിക്കുന്നു. ഹസ്ബി അല്ലാഹ് എന്ന് ഈ സമൂഹം പ്രഖ്യാപിക്കും. അതിനായി നാം പ്രാർത്ഥിക്കുക. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. ബഹുമാനരായ പണ്ഡിതന്മാരെ, നാട്ടുകാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന സദസ്സിലുള്ള വീഡിയോ ചാനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ഇതര സമുദായാംഗങ്ങൾക്ക് എന്റെ പ്രസ്ഥാനത്തിന്റെ കൂപ്പുകയും അഭിവാദ്യങ്ങൾ. ഈ സംവാദം നടത്തുന്നതിന് വേണ്ടി വളരെയധികം ഇരുവിഭാഗവും നല്ല നിലക്ക് സഹകരിച്ചുകൊണ്ട്, ഞങ്ങളോട് ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു സംവാദം നടത്താനുള്ള സാഹചര്യം ഒരുക്കിത്തുന്ന ഇരുവിഭാഗവും പണ്ഡിത സഭയ്ക്ക് ഞങ്ങളുടെ കമ്മിറ്റിയുടെ പേരിൽ ആർദ്രമായ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒരറിയിപ്പുണ്ട്. ആദ്യം സുന്നി പ്രവർത്തകര് മുഴുവനും ആളിൽ നിന്ന് പോകുക. അവര് പോയി തീർന്നതിന് ശേഷം മാത്രമേ സലഫി വിഭാഗത്തിന്റെ ആളുകൾ ഇവിടുന്ന് പോകേണ്ടതുള്ളൂ. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും സംഘടനയുടെ പേരിൽ ആർദ്രമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു ഈ പരിപാടി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, ആരും ഒച്ച ഉണ്ടാക്കല്ലേ, സ്ലോലി പോണം. ഒരു ഒച്ച ഉണ്ടാക്കാതെ പോണം. ആരും ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. ഹാളിൽ നിന്ന് പുറത്തു പോകുന്നവരെ ക്യാമറ ഉണ്ട്, ശ്രദ്ധിക്കുക.